ഹലോ, ഹലോ. എല്ലാവർക്കും എഴുതാപ്പുറത്തിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ തവണ കുറച്ച് ഹെവി ആയിപ്പോയി. ഹൊറർ ആയിരുന്നു, സാഡിസ്റ്റിക് ആയിരുന്നു. അങ്ങനത്തെ ടോപ്പിക്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഇത്തവണ കുറച്ച് ലെവിറ്റിയിലേക്ക് വരാം നമുക്ക്. നമ്മള് ഇത്തവണ ഹ്യൂമർ ഫിക്ഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പം നമ്മള് എല്ലാവരും തുടങ്ങുന്ന ഹ്യൂമർ എനിക്ക് തോന്നുന്നു ചൈൽഡ്ഹുഡിലെ കുറച്ച് കോമിക്സും അങ്ങനെയുള്ള ഐറ്റംസ് നിന്നാണ് നമ്മൾ ഹ്യൂമർ തുടങ്ങുന്നത്. പ്രോബബ്ലി നമുക്ക് അവിടുന്ന് ആരംഭിക്കാം. ആരാണ് തുടങ്ങേണ്ടത്? ആർക്ക് വേണേലും തുടങ്ങാം. ഞാൻ തുടങ്ങാം. ആഹാ. ആഹ് അപ്പൊ നമ്മളിപ്പോ ഇത് റെക്കോർഡിംഗ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, നമ്മള് തുടങ്ങിയ ഹ്യൂമർ വാസ് ഓൾവേസ് ബോബനും മോളി. അല്ലെങ്കിൽ നമ്മള് കോമിക്സിൽ നിന്ന് നമ്മള് ബലിത ബിന്ദുക്കൾ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു മാതൃഭൂമിയിൽ ഒരു ചെറിയൊരു 2 പേജ് ഇതുണ്ടായിരുന്നു, കുട്ടികളുടെ ഭാഗം. അതിന്നൊക്കെയാണ് നമ്മൾ ഹ്യൂമർ തുടങ്ങിയത്. പിന്നെ അല്ലെങ്കിൽ പിന്നെ റീഡേഴ്സ് ഡൈജസ്റ്റിൽ വരുന്നത് ഇന്നത്തെ ഡാഡ് ജോക്സ് എന്ന് വിളിക്കാൻ ലാഫ്റ്റർ പറ്റുന്ന ലാഫ്റ്റർ ദ ബെസ്റ്റ് മെഡിസിൻ. അതൊക്കെയാണ് ഇന്നത്തെ ഡാഡ് ജോക്സ് ആണ് അതൊക്കെ. അതിന്റെ ഒരു എന്താ പറയാ ഫോർ റണ്ണർ ആയിരുന്നു റീഡേഴ്സ് ഡൈജസ്റ്റ്. നമ്മൾ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. പിന്നെ എവിടെയോ വെച്ച് നമ്മളൊരു പ്യോർ ഹ്യൂമർ എന്നുള്ള ജോണർ വായിക്കലേക്ക് എന്റെ നിന്നു. ഞാൻ ഫുള്ളി പിന്നെ ഒരു ത്രില്ലർ മോഡിലേക്ക് നീങ്ങി, മിസ്റ്ററിയും അഡ്വെഞ്ചറും ഒക്കെ ആയി പോയി. പക്ഷെ എന്നാലും ഇഫ് യു ലുക്ക് ഇറ്റ്, ഇപ്പം ജെഫ്രി ആർച്ചറിന്റെ ബുക്സ് ആയാലും അല്ലെങ്കിൽ അഗത ക്രിസ്റ്റിയുടെ ബുക്സ് ആയാലും, there are moments that brings a smile because there is humor written into these adventures. അതാണ് പലപ്പോഴും പല ബുക്കുകളെയും എൻഗേജിങ് ആക്കുന്നതെന്ന് എനിക്ക് തോന്നിയത്. കംപ്ലീറ്റ്ലി ഒരു ആം, ഒട്ടും ഫണ്ണല്ലാത്ത, ഒട്ടും ഹ്യൂമർ ഇല്ലാത്ത ബുക്കുകൾ വായിക്കുന്നതിലും എനിക്കിഷ്ടം ഇടയ്ക്കിടയ്ക്ക് എന്താ പറയാ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറയുന്ന ക്യാരക്ടേഴ്സ് ഉള്ള ബുക്സിനെയാണ്. ആ ബാൻറ്റർ ആണ് ഞാൻ കൂടുതൽ എൻജോയ് ചെയ്യുന്നതെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. ആം, അങ്ങനെ എനിക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ ഞാൻ ഇന്നാള് വായിച്ച ഒരു ബുക്ക്, ഇറ്റ്സ് എ ഹൊറർ കോമഡി. ഇറ്റ്സ് ഇസ് ബേസ്ഡ് ഇൻ ഒരു ന്യൂയോർക്കിൽ ഒരു ഔട്ട് ഓഫ് വർക്ക് ഡ്രാമ ആർട്ടിസ്റ്റോ അങ്ങനെ എന്തോ ആണ് കുട്ടി. ബ്രോഡ്വേയിലേക്ക്, ഐ തിങ്ക് ഷീ ഈസ് ട്രൈങ് ടു ഗെറ്റ് ഇൻ ടു ബ്രോഡ്വേ ആൻഡ് ഷീ ഡസൻ ഗെറ്റ് എ ബ്രേക്ക്. അതിന് പകരം ഷീ ഇൻഹെറിറ്റ്സ് എ കോഫി ഷോപ്പ് ഫ്രം എ ഗ്രേറ്റ് ആർട്ട്. അവിടെ അതൊരു ചെറിയൊരു ഹൊറർ കോമഡിയാണ്. പക്ഷെ എൻറ്റയർ പ്രെമിസ് ഇസ് ഭയങ്കര ഫണ്ണി ആയിട്ട് ഈ സ്ത്രീയുടെ ഇന്നർ തോട്ട്സ് അതിൽ വരുന്നുണ്ട്. ഹെർ സെൽഫ് ഡൗട്ട്, ഹെർ ക്രഷ് ഓൺ ദി ബെറിസ്റ്റ, ഇതൊക്കെ വരുന്നുണ്ട്, വിച്ച് മേക്സ് ഇറ്റ് എൻഗേജിങ് റീഡ്. ആക്ച്വലി കഥ ഭയങ്കര നല്ലതൊന്നുമല്ല. വാട്ട് കെപ്റ്റ് മീ വിത്ത് ദ ബുക്ക് വാസ് ദ ഹ്യൂമർ ഇൻ ഇറ്റ്. അപ്പോ അതാണ് എന്റെ ടേക്ക് ഓൺ ഹ്യൂമർ. പക്ഷെ ഇനി സീരിയസ്ലി ഹ്യൂമറസ് ബുക്കിന്റെ പേര് ആയിട്ടുള്ള പറഞ്ഞില്ല. ബുക്ക് ആണെങ്കിൽ ഇതിന്റെ പേര് ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം ഏതാന്നുള്ള. കമന്റ് ഡൗൺ താഴെ പോസ്റ്റ് ചെയ്യാം ബുക്ക് ഏതാന്ന്. ആം, എനിക്ക് ഞാൻ കോളേജിൽ വെച്ചിട്ടാണ് പി ജി വുഡ് ഹൗസ് ഇൻട്രൊഡ്യൂസ് ആയത്. ഞാൻ സ്കൂളിൽ വായിച്ചിട്ടില്ല. പിന്നെ എനിക്ക് അതില് അനലോജീസ് ഭയങ്കര ഭംഗിയുള്ളതാണ്. ഈ ബെർട്ടി വൂസ്റ്റർ ആണല്ലോ വൺ ഓഫ് ദ മെയിൻ ക്യാരക്ടേഴ്സ്. ബെർട്ടി വൂസ്റ്ററിന് ഒരു ആണ്ട് ഉണ്ട്, ആണ്ട് ഡാലിയ. അപ്പോ ഒരു സിറ്റുവേഷനിൽ ബെർട്ടി വൂസർ ആണ്ട് ഡാലിയക്ക് ഇട്ടൊരു പണി കൊടുക്കും പുള്ളിക്കാരത്തി പ്രതീക്ഷിക്കാതെ. അപ്പൊ പറയുന്നതാണ്, Aunt Dahlia's demeanor was as if while she was picking daisies on a railway track, she suddenly got the Downtown Express on the small of her back. അപ്പൊ അങ്ങനത്തെ ഭയങ്കര രസമുള്ള ഒറിജിനൽ സിമിലീസ് ആണ് പുള്ളിയുടേത്. ഞങ്ങളുടെ കോളേജിൽ ചുമയൊക്കെ വന്ന് നമ്മുടെ ശബ്ദം മാറില്ലേ, അപ്പൊ അതിന് ചോദിക്കാറ് ഇതേമാര് എന്റെ മാര് ശബ്ദം മാറി, യു സൗണ്ട് ലൈക്ക് എ ബുൾ ഫ്രോഗ് വിത്ത് ലാരഞ്ചൈറ്റിസ്. അതൊരു വല്ലാത്ത പിക്ചറാണ്. നമ്മളെ ഒന്നാമത് പൊക്രം പൊക്രം എന്ന് പറയുന്നത് ബുൾ ഫ്രോഗ്, അതിന് തൊണ്ടവേദനയും കൂടെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ. അപ്പൊ നമ്മൾ എപ്പോഴും പറഞ്ഞിരുന്നതാണ് ബുൾ ഫ്രോഗ് വിത്ത് ലാരഞ്ചൈറ്റിസ് എന്നുള്ളത്. അതൊക്കെയാണ് എനിക്ക് പി ജി വിഡോസിന്റെ ഹ്യൂമർ. അതുമാരെ ജീൻസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഈസ് ജസ്റ്റ് സോ സ്ട്രെയിറ്റ് ഫേസ്ഡ്. പുള്ളിന്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി പറയുന്നത് ബാക്ക് ഹാൻഡഡ്, എല്ലാം ബാക്ക് ഹാൻഡഡ് ആണ് എല്ലാം. എനിക്ക് ഒരെണ്ണത്തില് ബേർട്ടി ചോദിക്കും ഹൗ ഡു ഐ ലുക്ക് എന്ന് ചോദിക്കുമ്പം, അപ്പൊ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് സർ, ഹൗ ഡു ഐ ലുക്ക് ഇൻ ആൻസർ. അപ്പൊ പുള്ളി പറയും ഇറ്റ് ഈസ് നോട്ട് ഇൻ മൈ പ്ലേസ്, താങ്കളുടെ പെക്യൂലിയർ ഫേഷ്യൽ സ്ട്രക്ചറിനെ കുറിച്ച് കമന്റ് പറയുന്നത് എന്റെ ഐ ഷുഡ്. ബേർട്ടി ചോദിച്ചു എന്റെ ഉടുപ്പ് എങ്ങനെയുണ്ട്, നല്ലതാണോ എന്നൊക്കെയാണ്. ഈ വക നോട്ട് ബീങ് പൊളൈറ്റ് ആണ്, പക്ഷെ പാസീവ് അഗ്രസീവ് ആയിട്ടുള്ള കോമെന്റ്സ് ആണ് പി ജി വുഡ് ഹൗസിന് ത്രൂ ഔട്ട്.
each book, each chapter is a fun ride. അപ്പം PG Wodehouse fans assemble എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I'm sure like a lot of us can connect to PG Wodehouse humor. ജീവ്സിന്റെ തോന്നുന്നു ഒരെണ്ണം ഉണ്ടായിരുന്നു. ഐസ് ഫോംഡ് ഓൺ ദ അപ്പർ സ്ലോപ്സ് ഓഫ് ദ ബട്ട്ലർ. അതാണ് തോന്നുന്നു മറ്റേ ആദ്യത്തെ ഒരു സെർച്ച് എഞ്ചിൻ ഉണ്ടായിരുന്നു askjeeves.com. അത് ഇതുപോലെ റിപ്ലൈ ചെയ്യുന്നോണ്ടാണ് നോ ഇമോഷൻസ് ആക്ച്വലി ചോദിക്കുന്നതിന് അത് ഉത്തരം പറയും അത്രേ ഉള്ളൂ. ആക്ച്വലി എന്താ പറയാ റാം റോഡ് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു പുള്ളി അങ്ങനത്തെ ഇടയ്ക്ക് ബെർട്ടിയും ജീവ്സിനിട്ട് കൊടുക്കും. ബെർട്ടി ജീവ്സിന്റെ അടുത്ത് പറയും, എന്താണ് ഏതോ ഒരെണ്ണത്തിൽ പറയുന്നുണ്ട്, they say fish improves intelligence, why don't you go have some salmon and come back. ഈ ബുക്സില് PG Wodehouse ആക്ച്വലി ജീവ്സ് ഒരു സീനിലേക്ക് അറൈവ് ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ നോട്ടീസ് ചെയ്തിരിക്കുന്ന, ജീവ്സ് ഷിമ്മർ ചെയ്യുന്നു. എന്താണ് അതിങ്ങനെ ഒരു വരവ്, ഒരു പ്രത്യേക തരത്തിലാണ് പുള്ളിയുടെ വരവ്. വേറെ ഒന്ന് രണ്ട് വാക്കുകൾ ഇതുമാതിരി പുള്ളി ഉപയോഗിക്കും ഈ ജീവ്സിന്റെ അപ്പിയറൻസിന്. ഇറ്റ് ഗിവ്സ് യു ദാറ്റ് യു നോ മെന്റൽ ഇമേജ് ഓഫ് ഹൗ ജീവ്സ് വരുന്നത്. ജീവ്സിന്റെ മൊത്തത്തിൽ സാഷേസ് എന്നൊക്കെ ഉണ്ട്, ഷിമ്മിയിലും ഷാസയിലും ഒക്കെയാണ് പുള്ളി. പക്ഷെ അത് ഭയങ്കര, ഇഫ് നോട്ട് റെഡ് PG Wodehouse, ഇറ്റ്സ് എ റെവലേഷൻ ഓഫ് എ ബുക്ക് ഓൺ പ്യുവർ ഹ്യൂമർ. പക്ഷെ എറ്റേണലി ലോയൽ ആണ് ബെർട്ടി വൂസ്റ്ററിനോട്, അതാണ് അതിൽ ഏറ്റവും വലിയ കാര്യം. ആൻഡ് ഐ തിങ്ക് ബെർട്ടി ഈസ് ഓൾസോ വെരി ലൈക്കബിൾ. പുള്ളി ഒരു ജോളി യങ് മാൻ ആണ് അതില്. PG Wodehouse ഫോർ യു ആണത്. അഗൈൻ റൈറ്റ്, ഈ ജീവ്സ് ബെർട്ടി വൂസ്റ്റർ എന്ന് പറയുന്ന ഒരു ട്രോപ്പാണ്. ഇറ്റ് ഈസ് ഓൾവേസ് എക്സാക്ട്ലി ദ സെയിം പ്രോബ്ലം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ബെർട്ടി പോയി ഏതെങ്കിലും ഒരു പെണ്ണിനോട് ഭയങ്കര പ്രേമം തോന്നും, എന്നിട്ട് ജീവ്സ് അത് സോൾവ് ചെയ്യാൻ നടക്കണം. ഇല്ലെങ്കിൽ അമ്മായിമാരെന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും, അത് സോൾവ് ചെയ്യാൻ നടക്കുന്നത്. ഇങ്ങനെ ഇയാൾക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ മാത്രം വന്നേക്കുന്ന ഒരു മനുഷ്യനാണ് ജീവ്സ്. പുള്ളി ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തുകൊണ്ടിരിക്കും. ആക്ച്വലി സ്കൂളിൽ ഇതൊക്കെ അവോയ്ഡ് ചെയ്തിരുന്നു. ഞങ്ങൾ സ്കൂളിൽ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ നോഡിയും മറ്റേ PG Wodehouseന്റെ ബുക്ക് ഫുൾ കളക്ഷനൊക്കെ കണ്ടാലും അത് എടുക്കില്ല. പക്ഷെ നല്ല ഭംഗിയാണ് കാണാൻ. ബുക്ക് പുറത്ത് നല്ല രസമായിരിക്കും, തുറന്നു നോക്കുമ്പോൾ ആവൂ എൻ്റെ അമ്മ മാറ്റി വയ്ക്കും. അതുവഴി മറ്റേ അതാണ് ഞാൻ അന്ന് അബ്രിഡ്ജ് ക്ലാസിക്സ് ഒക്കെ എടുക്കാൻ തുടങ്ങിയത്. പിന്നെ ഞാൻ UK 2013 2014 ആ സമയത്ത് UK സ്റ്റിൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ITV2 എന്ന് പറഞ്ഞിട്ട് കുറേ ചാനൽസ് ഉണ്ട്. ITV 1 2 3 എന്ന് പറഞ്ഞിട്ട് കുറേ ഉണ്ട്. ITV2 വളരെ പഴയ സീരീസുകൾ റീറൺസ് ചെയ്യുന്ന ഒരു ചാനലാണ്. അപ്പോൾ അതിൽ ജീവ്സ് ആൻഡ് വോസ്റ്റർ ഉണ്ട്. അതൊരു ദിവസം എപ്പോൾ നോക്കിയാലും അത് തന്നെയായിരിക്കും, മിക്കവാറും അത് തന്നെയായിരിക്കും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല രസമാണ്. പുള്ളിക്ക് ഒരു ജീവ്സായിട്ട് മറ്റേ ആക്ട് ചെയ്യുന്ന ആക്ടർ ഭയങ്കര ടോളാണ്. പിന്നീട് കുറച്ച് ഉയരം കുറഞ്ഞ, വൂസ്റ്റർ കുറച്ച് ഉയരം കുറഞ്ഞ ഒരു മനുഷ്യനാണ്. അപ്പോൾ പുള്ളിയുടെ നിപ്പും പുള്ളിയുടെ മറ്റേ അവരുടെ ബ്രിട്ടീഷ് ഹ്യൂമർ ആദ്യമൊന്നും ദഹിക്കില്ലായിരുന്നു. അതെ, ആദ്യം ദഹിക്കില്ലായിരുന്നു. ആദ്യം ഭയങ്കര കുറച്ച് ഒഫൻസീവാണ്, അങ്ങനെയൊക്കെയാണ് തോന്നിയിരുന്നത്. പക്ഷെ ഇവരുടെ കേസിൽ വരുമ്പോൾ ഇവർ ഒഫൻസീവ് അല്ല, പക്ഷെ എന്നാലും നമുക്ക് ആദ്യമൊന്നും അത്ര വലിയ ഇതുണ്ടാവില്ല. പിന്നെ റെഡ് ഡ്വാർഫ് അങ്ങനത്തെയൊക്കെ കണ്ടുകൊണ്ടിരുന്നത് അന്ന്. നമ്മുടെ ഇയാളുടെ റോവൻ അറ്റ്കിൻസന്റെ ഒരു സ്പേസ് ഓപ്പറ ഉണ്ട്. ഇതൊക്കെയായിരുന്നു മിക്കവാറും ഈ സാധനമാണ്. അപ്പം ഞാൻ ആലോചിച്ചു, അന്ന് മിസ്സാക്കിയതാണ്. ഞാൻ ഒരെണ്ണം കണ്ടേ വായിച്ചിട്ടുള്ളൂ. ആകെ എനിക്ക് അറിയാവുന്നത് ആസ്ക് ജീവ്സ് എന്ന് പറഞ്ഞ സൈറ്റിന്റെ ഉൽപ്പത്തി മാത്രമാണ്, എന്തുകൊണ്ട് ആ പേര് വന്നേ എന്നുള്ള കാര്യം മാത്രമാണ് എനിക്ക് അറിയാവുന്നത്. നീ ട്രൈ ചെയ്യണം, ഇത് കേട്ടപ്പോൾ തോന്നി ഒന്നൊരു വായിച്ചു നോക്കണം. ഈ ജീവ്സും ബെർട്ടി വൂസ്റ്ററും ഉള്ളതുപോലെ അതുപോലെ അതിനേക്കാൾ രസമുള്ള ഒരു ക്യാരക്ടറാണ് അങ്കിൾ ഫ്രെഡ്. അങ്കിൾ ഫ്രെഡ് ഒരു 60-ന് മുകളിലുള്ള ഒരു തൈക്കളവനാണ്. പുള്ളി ഭയങ്കര ഈ ഇരിപ്പുറക്കാത്ത കുത്തിത്തിരിപ്പുള്ള ഒരു അമ്മാവനാണ്. പുള്ളി പോയിട്ട് ഓരോ സ്ഥലങ്ങളിലും പോയി കുത്തിത്തിരിപ്പുണ്ടാകും. പക്ഷെ പുള്ളി ഗുഡ് അറ്റ് ഹാർട്ടാണ്. പുള്ളി പോയി പ്രണയിക്കുന്ന സോൾസിനെ ഒന്നിപ്പിക്കുക, അതൊക്കെയാണ് പുള്ളിയുടെ ഇഷ്ടമുള്ള പരിപാടി. പുള്ളി അതുപോലെ ഒരു സൂപ്പർ ക്യാരക്ടറാണ്. പുള്ളിയുടെ കഥകളും നല്ല രസമുള്ള സാധനങ്ങളാണ്. അപ്പൊ ഈ PG Woodehouseന്റെ കഥാപാത്രങ്ങളിൽ വേറൊരു ഫേമസ് വൺ ഈ ഗോൾഫ് ഓംനിബസ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അതില് ഒരുപാട് ഗോൾഫ് റിലേറ്റഡ് കഥകളായിരുന്നു. അപ്പൊ ആദ്യം അത് വായിക്കാൻ എനിക്കൊരു മടി ഉണ്ടായിരുന്നു, എനിക്ക് ഗോൾഫ് അറിഞ്ഞുകൂടാത്തതുകൊണ്ട്. പക്ഷെ എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത് അത്
വായിച്ചു കഴിഞ്ഞാലാണ് ഗോൾഫ് പഠിക്കുന്നതെന്ന്. അപ്പോൾ അപ്പോഴാണ് കുറേ സാധനങ്ങൾ പഠിക്കുന്നത്. ഹാൻഡിക്യാപ്പ്, ബങ്കർ, ടീ ഷോട്ട്, അങ്ങനെ കുറേ സാധനങ്ങൾ പഠിക്കുന്നത് പി.ജി. വുഡ്ഹൗസ് വായിച്ചിട്ടാണ്. അപ്പോൾ അതിലൊരു ക്ലിക്കിംഗ് ഓഫ് കത്ബർട്ട് എന്നൊരു കഥയാണ് എൻ്റെ ഫേവറേറ്റ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കത്ബർട്ട് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഹീസ് എ സ്മോൾ ടൗൺ നോബഡി. ആരും പുള്ളിക്ക് മൈൻഡ് ചെയ്യുന്നില്ല, ആരും പുള്ളിയെ ശ്രദ്ധിക്കുന്നില്ല. അങ്ങനത്തെ ഒരു പാവം മനുഷ്യനാണ് കത്ബർട്ട്. അപ്പോൾ കത്ബർട്ടിന് ഒരു പെണ്ണിനോട് കൊണ്ടുപിടിച്ച പ്രേമമാണ്. ആ പെണ്ണാണെങ്കിൽ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അപ്പോൾ ഒരു ദിവസം അവിടുത്തെ ഏതോ ഒരു വലിയ സാഹിത്യ മേളയോ സാഹിത്യ മീറ്റിംഗ്, ഗെറ്റ് ടുഗദറിന് എന്തോ ഒരു റഷ്യക്കാരൻ മനുഷ്യനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ റഷ്യക്കാരൻ മനുഷ്യനെ കൊണ്ടുവന്നിട്ട് അയാളാണെങ്കിൽ മറ്റേ എക്സ്ട്രീം ആരഗൻസ് ഒക്കെയാണ്. അയാളെ ഈ ഇംപ്രസ് ചെയ്യാനായിട്ട് അവിടുത്തെ ഈ പെണ്ണിന് ചെറിയ ക്രഷുള്ള ഒരു എഴുത്തുകാരനുണ്ട്, യുവ എഴുത്തുകാരൻ. ആ യുവ എഴുത്തുകാരൻ പോയിട്ട് ഈ റഷ്യക്കാരൻ്റെ അടുത്ത് ഇങ്ങനെ പറയുകയാണ്, താങ്കളുടെ കഥയൊക്കെ ഞാൻ ഒരുപാട് വായിച്ചിട്ടുണ്ട്, ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. വേറെ ഏതോ ഒരു എഴുത്തുകാരൻ്റെ പേര് പറയാം. അയാളുടെ കഥയുമായിട്ട് അയാളുടെ കഥയുടെ സ്റ്റാൻഡേർഡ് നിങ്ങളുടെ കഥയ്ക്ക് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ പറയാം, അവനെ ഒട്ടും കൊള്ളത്തില്ല, അവന്റെ തനി തറ സ്റ്റാൻഡേർഡാണ്, അവന്റെ സ്റ്റാൻഡേർഡ് എന്റെ സ്റ്റാൻഡേർഡ് സെയിം ഒന്നുമല്ല, ഇത് സ്പിറ്റ് മീ ഓൺ ഹിസ് നെയിം എന്നൊക്കെ പറയും. എന്നിട്ട് അവസാനം പറയും, എന്റെ സ്റ്റാൻഡേർഡ് മാച്ച് ചെയ്യാൻ ആരുമില്ല, ചിലപ്പോൾ പി.ജി. വുഡ്ഹൗസ് ഉണ്ടായിരിക്കും, പക്ഷെ അല്ലാതെ വേറെ ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് ഇവൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ യുവ എഴുത്തുകാരൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഇയാൾ തെറി വിളിക്കുകയാണ്. അപ്പം ആ പെണ്ണിങ്ങനെ അവളുടെ കണ്ണിൽ അവനോടുള്ള, യുവ എഴുത്തുകാരനോടുള്ള ആരാധന ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. അപ്പോ ഇയാള് എന്നിട്ട് പറയും, ഞാൻ ഇന്നലെ ഇവിടെ ഒരു ഗോൾഫ് കളി കാണാൻ പോയി, ആർവീഡന്റെ കളിയായിരുന്നു, എന്തൊരു കളിയാണെന്ന്. അപ്പൊ എല്ലാവരും, ആർവീഡനോ, അതായിരുന്നു ഞാൻ അങ്ങോട്ടും കൊണ്ട് നോക്കും. അപ്പൊ കത്ബർട്ട് പതുക്കെ ചോദിക്കും, ഹാരി വീഡനാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? ഉടനെ പറയും, ഓ ആർവീഡോൺ, അത് തന്നെ എന്ന് പറഞ്ഞ് ഓടി വന്ന് ഇയാള് കത്ബർട്ടിനെ കെട്ടിപ്പിടിച്ച് വർത്താനൊക്കെ പറയാൻ തുടങ്ങും. എന്നിട്ട് പറയും, നിങ്ങളുടെ പേരെന്താന്ന് പറയും. ഉടനെ പറയും, ഐ എം കത്ബർട്ട് എന്ന് പറയും. ഓ കൂട്ടാബൂട്ട്, നിങ്ങളുടെ കളി ഞാൻ ഇന്നലെ കണ്ടായിരുന്നു, എന്തൊരു ഭയങ്കര കളിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അയാളെ കെട്ടിപ്പിടിച്ച് കുറച്ചു നേരത്തെ ആ പെണ്ണ് നൈസായിട്ട് കത്ബർട്ടിന്റെ സൈഡിൽ വന്ന് കത്ബർട്ടിന്റെ അടുത്ത് വർത്താനം പറയാൻ തുടങ്ങും. അതാണ് ക്ലിക്കിംഗ് ഓഫ് കത്ബർട്ട്. അങ്ങനത്തെ കുറെ ചെറിയ ഗോൾഫ് കാരണം ആളുകളുടെ ജീവിതം മാറുന്ന കഥകളാണ് അതിൻ്റെ അകത്തുള്ളത്. എന്റെ ചെറുപ്പത്തിൽ ഇതേപോലെ ഞാൻ ഇങ്ങനെ പി.ജി. വുഡ്ഹൗസ് ഞാൻ വായിച്ചിട്ടില്ല. ആസ് യൂഷ്വൽ ബോബനും മോളിയിൽ നിന്നൊക്കെയാണ് തുടങ്ങുന്നത്. പിന്നെ ഈ ഫലിത ബന്ധുക്കള് ഇങ്ങനെ. പിന്നെ എനിക്ക് ഏറ്റവും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള റൈറ്റർ എന്ന് വെച്ചാൽ റസ്കിൻ ബോണ്ട് ആണ് എല്ലാ കാര്യത്തിലും. അപ്പൊ പുള്ളിയുടെ ഹ്യൂമർ കുറച്ചും കൂടെ എന്താ പറയാ, ചില സമയത്ത് ഡാർക്കാണ്. അപ്പം ഗ്രാൻഡ് ഫാദർ ടൈഗറിനെയും കുറിച്ച് ഒരു സ്റ്റോറി ഉണ്ട്. എന്റെ എക്സാക്ട് ടൈറ്റിൽ എനിക്ക് ഓർമ്മയില്ല. അപ്പൊ അതിനകത്ത് ഈ ഗ്രാൻഡ് ഫാദർ ടൈഗർ കബിനെ വളർത്തുന്നതാണ്. അപ്പം വി ആർ ഫ്രം ദ വെരി ബിഗിനിങ് വി ആർ ഇൻവെസ്റ്റഡ് ഇൻ ദ ടൈഗർ കബ്. അപ്പൊ അതിനെ വളർത്തുന്നതും പിന്നെ പതുക്കെ അത് അവിടെ വീട്ടിലുള്ള കോഴികളെയൊക്കെ അത് കൊണ്ടുപോകുന്നതും അതിന്റെ ഒരു ലോങ് പ്രോസസ് ഉണ്ട്. ലാസ്റ്റ് ഇവർക്ക് പേടി, അവര് മെഹമ്മൂദ് എന്ന് പറഞ്ഞൊരു കുക്കൊക്കെ ഉണ്ട്. അപ്പം ഒരു ദിവസം രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ചിലപ്പോൾ മെഹമ്മൂദിനെ കാണില്ല, എന്തോ പുള്ളിയുടെ കുറച്ച് പൂടയും തോലും മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ എന്നൊക്കെയുള്ള ഒരു പേടിയൊക്കെ കാരണം ഇവര് തീരുമാനിച്ചു ടൈഗറെ നമുക്ക് സൂയിലേൽപ്പിക്കാം. അങ്ങനെ ഭയങ്കര ഒരു ഹെവി ഹാർട്ടോടെ ഗ്രാൻഡ് ഫാദർ ആ തീരുമാനം എടുത്തു. ഇവര് സൂവില് ടൈഗറിനെ ഏൽപ്പിച്ചു. അങ്ങനെ ഒരു മാസങ്ങൾ കഴിഞ്ഞിട്ട് ഗ്രാൻഡ് ഫാദർ ഒരു ദിവസം വിസിറ്റിന് പോയി ഫാമിലിയോടൊപ്പം ടൈഗറിനൊക്കെ. അപ്പം പുള്ളി ആ എക്സിബിറ്റിന്റെ അടുത്ത് വന്നിട്ട് നോക്കി കഴിഞ്ഞപ്പോൾ ടൈഗർ പതുക്കെ കൂടിന്റെ അടുത്തോട്ട് വന്ന് ചേർന്ന് നിന്നു. അപ്പം ഒരു വളരെ ഇമോഷണൽ മൂമെന്റ് ആണ്. കാരണം എന്താ പറയാ, കുറെ കാലത്തിന് ശേഷം ടൈഗർ കമ്മിനെ കാണുന്നത് ഇച്ചിരി സ്ലൈറ്റ്ലി ട്രാജിക് ആണ്. കാരണം ഒരു ജീവിയെ ഇത്രയും നാൾ സ്വതന്ത്രമായിട്ട് വിഹരിക്കാൻ വിട്ടിട്ട് പിന്നെ നൗ ഇറ്റ്സ് ഇൻ എ സൂ. അപ്പോൾ ഗ്രാൻഡ് ഫാദർ ഇങ്ങനെ കൈയൊക്കെ ഇട്ട് എന്നെ തടവി കൊടുത്ത്, എന്നിട്ട് ഇങ്ങനെ എന്റെ താടിയൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞു കൊടുത്തു. അപ്പോൾ ടൈഗർ ഇങ്ങനെ നക്കുന്നുണ്ട് സ്നേഹത്തോടെ. അപ്പൊ അപ്പോഴാണ് അടുത്ത് നമ്മുടെ സൂവിന്റെ ഒരു കീപ്പർ വന്ന്, പുള്ളി ഇങ്ങനെ വന്നിട്ട് പുള്ളി ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. പുള്ളി ഇങ്ങനെ ഒരു കടുവ മനുഷ്യനെ ഇങ്ങനെ നക്കിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളി പറഞ്ഞു, സാർ ഇത് സാറിന്റെ കടുവയല്ല,
ഗ്രാൻഡ് ഫാദർ പറയും, എനിക്കറിയാം, എനിക്ക് മനസ്സിലായി, ഇത് സൂര്യനെ നിങ്ങളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് നിങ്ങളുടെ കടുവയാണല്ലോ, അപ്പൊ എന്റെ കടുവയല്ല. ഓക്കെ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അതല്ല സാർ, സാറിന്റെ കടുവ ഒരു 3 മാസം മുന്നേ മരിച്ചുപോയി, ഇത് ഞങ്ങൾ ലക്നൌവിൽ നിന്ന് കൊണ്ടുവന്നു. ഗ്രാൻഡ് ഫാദർ നോക്കുമ്പോ ഇപ്പോഴും ആ കടുവ കയ്യിലിങ്ങനെ നക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ ഒരു മൊമെന്റ് ഇറ്റ്സ് ടോട്ടലി ഹിലേറിയസ്, സെയിം ടൈം ഇറ്റ്സ് ഓൾസോ ട്രാജിക്. ആ കടുവയുടെ കാര്യത്തിൽ നമ്മൾ ഭയങ്കര ഇൻവെസ്റ്റഡ് ആയിരുന്നു. അത് മരിച്ചുപോയി, ഒരു ഒന്നുമില്ലാത്ത രീതിയിൽ പറഞ്ഞു, ഭയങ്കര അബ്രപ്റ്റ് ആയിട്ട് പോയി. ബട്ട് അഗെയിൻ ഇറ്റ്സ് സോർട്ട് ഓഫ് ഡാർക്ക് ഹ്യൂമർ. ആ ഒരു സ്റ്റൈൽ ഓഫ് ഹ്യൂമർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തതാണ്. അത് നമുക്ക് റസ്കിൻ ബോണ്ടിന്റെ കഥകൾ ഒരുപാട് വട്ടം കാണാൻ പറ്റും. റോൾഡ് ഡാലിന്റെ ഇതുപോലത്തെ ഒരു ഡാർക്ക് ഹ്യൂമർ ഉണ്ട്. ഒരു ഒരു ആന്റീക് ഫർണിച്ചർ കളക്ടർ ഇങ്ങനെ നാട് തോറും നടന്നിട്ട് ചിപ്പൻഡേൽ ഫർണിച്ചർ കളക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇയാള് ഒരു അച്ഛനെയും മോനെയും കാണും ഒരു പഴയ വീട്ടിലുള്ള. അവർക്ക് അയാളുടെ ഫർണിച്ചറിന്റെ വാല്യൂ അറിയത്തില്ല. അപ്പൊ അവരെ കൺവിൻസ് ചെയ്യാണ്, ഈ ഫർണിച്ചർ പഴയ സാധനമാണ്, എനിക്ക് ഇതിന് ഫയർവുഡിന് ഉപയോഗിക്കാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരവസാനം ബാർഗെയിൻ ചെയ്ത് ചുളു വിലക്ക് ഒപ്പിക്കും. എന്നിട്ട് ഇയാള് പോയി വണ്ടി എടുത്ത് തിരിച്ചു വരുമ്പോഴേക്കും അവന്മാര് കൊത്തി നുറുക്കി തരും, നിങ്ങൾക്ക് ഇനി കൊത്തി നുറുക്കേണ്ട ബുദ്ധിമുട്ടില്ലല്ലോ എന്ന്. If you look at Jeffrey Archer's short stories, അതെല്ലാം ഈ ഇങ്ങനത്തെ ഹ്യൂമറസ് കഥകൾ. ഇറ്റ്സ് ഓൾ സ്റ്റോറീസ് വിത്ത് ട്വിസ്റ്റ്. ഡാർക്കാണ്, പക്ഷെ എന്നാലും ഹ്യൂമറസ് ട്വിസ്റ്റ് ഉള്ളതായിരിക്കും. ജെഫ്രി ആർച്ചറിന്റെ ഒരു ക്വിവർ ഫുൾ ഓഫ് ആരോസും ഒക്കെ. ടോക്കിംഗ് അബൌട്ട് ഈ ടൈഗറിന്റെ, ദർ ഇസ് എ സ്റ്റോറി ഞാൻ സ്കൂളിൽ വെച്ച് പഠിച്ച ഒരു സ്റ്റോറിയാണ്. സ്കൂളിൽ ഇംഗ്ലീഷ് ഇതിനുണ്ടായിരുന്ന മിസ്സസ് പാക്കിൾടൈറ്റ്സ് ടൈഗർ എന്ന് പറഞ്ഞിട്ട്, സാക്കിയാന്ന് തോന്നുന്നു അതിന്റെ ഓഥർ. അത് ഇതേമാതിരിയാണ്, ഒരു ഇംഗ്ലീഷ് ലേഡി നാട്ടില് അവർക്ക് ടൈഗറിനെ വെടിവെച്ച് കൊല്ലണം എന്നാണ് അവരുടെ ആഗ്രഹം. അവരും ആ സ്ത്രീയുടെ ഒരു ഹെൽപ്പറും കൂടെ പോവും. എന്നിട്ട് ബേസിക്കലി ടൈഗറിനെ വെടിവെച്ചിടുന്നത് എങ്ങനെയാണെന്ന് അറിയോ? എല്ലാം സജ്ജമാണ്. അതായത് ഇവരൊരു മറ്റേ എന്താ പറയാ, ട്രീ ടോപ്പ് ഇതിൽ കയറി, ലുക്ക് ഔട്ടിൽ കയറി ഇരിക്കുന്നു. ഒരു വയസ്സും കിളവൻ ടൈഗറാണ്, അതിനെയാണ് വെടിവെച്ചിടാൻ. നേറ്റീവ്സ് ആണ് ഇത് ഫുൾ അറേഞ്ച് ചെയ്ത്, തോക്കും പിടിച്ച് കറക്റ്റ് ടൈഗറിനെ അവരൊരു സ്ഥലത്ത് എത്തിക്കുന്നത്, വെടിവെക്കണം. അപ്പൊ എന്നെ ഒരു ഗോട്ടിനെ ഒരു കൂട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് ബേറ്റ് ആയിട്ട്. ഗോട്ട് കരച്ചിലാണ്. അതിന്റെ കുറച്ച് വിഷമം നമുക്കുണ്ട്. ഈ ഗോട്ടിന് സ്കേപ്പ് ഗോട്ടാണത്, അവിടെ വച്ചേക്കാണ് ടൈഗർ. അപ്പൊ ടൈഗർ ആണെങ്കിൽ രാത്രി കുറെ കഴിയുമ്പോ വരും. അപ്പൊ അവസാനം ഒരു വെടി വെക്കും, ടൈഗർ ചത്തും പോവും. കുറച്ച് വെടി വെച്ച് ടൈഗർ ചത്ത് കഴിയുമ്പോ അവിടെ നിന്ന് ബോട്ട് അപ്പളും കിടന്ന് കരയുന്നുണ്ട്. നോക്കുമ്പോ എന്താ, ടൈഗറിന് വെടിയൊന്നും കൊണ്ടിട്ടില്ല, ടൈഗർ വെടിവെച്ച് കേട്ട് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാണ് മരിച്ചു പോകുന്നത്. എന്നിട്ട് ഈ സ്ത്രീ ആണെങ്കിൽ ടൈഗറിനെ കൊന്നു എന്നിട്ട് ഫോട്ടോ എടുക്കുന്നു, അപ്പടി ഇപ്പിടി എന്താ അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് ഈ സ്ത്രീ വെടിവെച്ചിട്ടല്ല, അപ്പൊ ഈ സ്ത്രീനെ എല്ലായിടത്തും എന്താ ടൈഗറിനെ വെടിവെച്ചിട്ട് ധീര വനിത എന്നൊക്കെ പറഞ്ഞ് ഇത് ചെയ്യാണ്. കൂടെ പോയ ഹെൽപ്പർ നൈസായിട്ട് പുള്ളിക്കാരത്തി പറയും, പത്തിൻ എനിക്ക് മാത്രല്ലേ അറിയുള്ളൂ ടൈഗർ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാ മരിച്ചതെന്ന്. അപ്പൊ അവിടെ നിന്നു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സീക്വൻസ് ഇസ് അബൌട്ട് എ കോട്ടേജ് വിത്ത് വൈറ്റ് പിക്കറ്റ് ഫെൻസ് ആൻഡ് ടൈഗർ ലില്ലീസ് ഓൺ ദ ഹെഡ്ജസ്. ഇത് ഈ മിസ്സസ് പാക്കിൾടൈറ്റിന്റെ ഹെൽപ്പർ കൂടെ പോയ എയ്ഡ് ഉണ്ടല്ലോ, പുള്ളിക്കാരത്തിയുടെ കോട്ടേജ് ആണ്. ആൻഡ് ആ കോട്ടേജിന്റെ പേര് ടൈഗർ ലില്ലീസ് എന്നാണ് അവർ ഇട്ടേക്കുന്നത്. പ്രോബബ്ലി ഇൻ മെമ്മറി ഓഫ് ഹെർ അഡ്വെഞ്ചർ വിത്ത് മിസ്സസ് പാക്കിൾടൈറ്റിൽ കഥ എൻഡ് ചെയ്യുക. ഇറ്റ്സ് സച്ച് എ ബ്യൂട്ടിഫുള്ളി റിട്ടൺ വേർഡ്. കറക്റ്റ് ആയിട്ട് ഇംഗ്ലീഷ് നമുക്ക് ഭയങ്കര രസമാണ് ആ ഒരു ഹൈ ആൻഡ് ലോവും ഇതും. അത് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് റീഡ്. സാക്കിയാണെന്ന് തോന്നുന്നു അത് എഴുതിയേക്കുന്നത്. റോൾഡ് ഡാൽ, സാക്കി, ഇവരൊക്കെ ഇതിന്റെ എക്സ്പേർട്സ് ആണ്. ഇത് പലപ്പോഴും നമുക്ക് പഠിക്കാനുണ്ട്, സ്കൂളിലൊക്കെ പഠിക്കാനുള്ള ബുക്സ് ആണ്. അതുപോലെ പറഞ്ഞ കേട്ടോ, നമ്മള് സ്വാമി ആൻഡ് ഫ്രണ്ട്സിന്റെ, ആർ കെ നാരായണന്റെ സ്വാമി ആൻഡ് ഫ്രണ്ട്സില്, സ്വാമി ഒരു ദിവസം എനിക്ക് സ്കൂളിൽ പോകാൻ വയ്യ, പോയി കഴിഞ്ഞാൽ സാറ് അടിക്കും, ഒരു കാര്യമില്ലാതെ ഒരു എക്സ്ക്യൂസ് ഉണ്ടാക്കുന്നത്. അപ്പം സ്വാമിയുടെ ഫാദർ ഇത് കേട്ടിട്ട്, കണക്ക് മാഷാണ്, അപ്പൊ സ്വാമിയുടെ ഫാദർ ഇത് മൊത്തം കേൾക്കും. എന്നിട്ട് കേട്ടിട്ട് പറയും, അത് പറ്റത്തില്ല, നീ എന്തായാലും സ്കൂളിൽ പോയേ പറ്റൂ, പക്ഷെ നിന്നെ കണക്ക് സാറിനുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്, ആരായാലും ഇങ്ങനെ പിള്ളേരെ അടിക്കാൻ പാടില്ല. പുള്ളി ഒരു കത്തൊക്കെ എഴുതി എൻവലപ്പിലിട്ട് സീൽ ചെയ്ത് സ്വാമിയുടെ കൊടുത്തു, നീ ഇത് ഹെഡ് മാസ്റ്ററിനെ ഏൽപ്പിക്കണം, ഞാൻ മാഷിനെ ഡീൽ ചെയ്യാനുള്ളത് കൊടുത്തിട്ടുണ്ട്, ഹെഡ് മാഷിനെ ഏൽപ്പിക്കണം. അപ്പൊ സ്വാമി
മനസ്സില്ലാതെ മനസ്സോടെ സ്കൂളിൽ പോകും. അപ്പം ആക്ച്വലി സ്വാമി കുറച്ച് പൊടിയും തൊങ്ങലും ഒക്കെ എക്സ്ട്രാ ചേർത്തങ്ങ് അടിച്ചു വിട്ടതാണ്. കണക്ക് മാഷ് പ്രശ്നമാണ്, പക്ഷെ ഇത്രയും പ്രശ്നമില്ല. ഇത് ഇത് അങ്ങനെയല്ല, ക- പുള്ളി പൊടിപ്പിണ്ടതിൽ എന്നാ ചേർക്കുന്നതെന്ന് അറിയാം. മാഷ് ഒരു ക്രിസ്ത്യൻ മിഷണറിയാണ്. അപ്പൊ പുള്ളി പറയും നമ്മുടെ ഇത് ആചാരങ്ങളോടൊക്കെ ആ പുള്ളിക്കൊരു അങ്ങനെയാണ് അച്ഛൻ എഴുത്ത് എഴുതുന്നത്. അതെ. നല്ലോണം മസാല ചേർത്തിട്ടാണ്. അപ്പൊ സ്വാമി ആ ദിവസം പോകും. അപ്പൊ ഇത് കത്ത് കൊടുക്കണമല്ലോ, അപ്പൊ അതിന് തക്കതായ കാരണം വേണം. ഇനിയിപ്പം അതാണ് അല്ലെങ്കിൽ സ്വാമിക്ക് ഭയങ്കര കുറ്റബോധമാണ്. അപ്പൊ ക്ലാസ്സിൽ വന്നപ്പം മുതല് ഈ കണക്ക് മാഷ് ആക്ച്വലി ഇന്നെന്തോ നല്ല ഡീസന്റ്. ഹോംവർക്ക് എഴുതാത്തവരെയൊക്കെ ഒന്ന് വഴക്ക് പറഞ്ഞ് അവിടെ ഇരുത്തും. ബഹളം വെക്കുമ്പോഴും മേശപ്പുറത്ത് 2 കൊട്ട് കൊടുക്കുന്നതല്ലാതെ പിള്ളേരെ അടിക്കുന്നില്ല. കുഴപ്പമില്ലാതെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ സ്വാമിക്ക് എന്തെങ്കിലും വേണമല്ലോ. പക്ഷെ ഈ പുള്ളി പതുക്കെ റിബലാകുന്നത്. ഹോംവർക്ക് എന്തെന്ന് ചോദിക്കുമ്പോ ഞാൻ കൊണ്ടുവന്നില്ല. എഴുതി കാണുമല്ലോ. ഇല്ല, ഞാൻ എഴുതിയിട്ടില്ല. അങ്ങനെ പതുക്കെ ഓരോന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ എന്തൊക്കെ പറഞ്ഞിട്ടും ഈ കണക്ക് മാഷ് തല്ലുന്നില്ല. ലാസ്റ്റ് പുള്ളി ഇങ്ങനെ വെയിറ്റ് ചെയ്ത്, അപ്പൊ ലാസ്റ്റ് പീരീഡ് ആയി. ഇനി കുറച്ച് നേരം കൂടെ കഴിഞ്ഞാൽ ബെല്ലടിക്കും. അപ്പം ലെറ്റർ കൊടുക്കേണ്ട ടൈം ആവും. ഇതുവരെ മാഷ് തല്ലിയില്ല. മാഷ് തല്ലിയായിരുന്നെങ്കിൽ എനിക്ക് കത്ത് കൊണ്ടു കൊടുക്കാറ്. അപ്പൊ ലാസ്റ്റ് ആയപ്പം സ്വാമി ഭയങ്കര ശബ്ദത്തിൽ സംസാരിക്കാൻ. കണക്ക് മാഷ് പറയും, നിന്റെ ശബ്ദം ഒന്ന് കുറയ്ക്കുക. സ്വാമി പറയും, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇതെന്റെ നാച്ചുറൽ സൗണ്ട്, ഞാൻ ഷൗട്ട് ചെയ്യുകയല്ല എന്ന് പറയും. ആ, നിനക്ക് അടി വേണമായിരിക്കും എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് കണക്ക് മാഷെ പിടിച്ചു നിർത്തി കൈ നീട്ടാൻ പറഞ്ഞു. 2 അടി വെച്ച് കൊടുക്കും. സ്വാമിയുടെ ജീവൻ അങ്ങ് പോകും. കാരണം സ്വാമി ഏറ്റവും ഭയക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഈ ഒരു സിറ്റുവേഷൻ പുള്ളിയൊക്കെ അത് നേരിട്ടേ പറ്റും. അടി മേടിച്ചു കഴിഞ്ഞപ്പോ സ്വാമിക്ക് ആശ്വാസമായി. ബെല്ലടിച്ചു, എല്ലാരും പോയി. സ്വാമി ഈ കത്തുമായിട്ട് ഹെഡ് മാസ്റ്ററിന്റെ ഓഫീസിലോട്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഹെഡ് മാസ്റ്ററിനെ കാണുന്നില്ല. അപ്പൊ പിയൂൺ പറയും. അപ്പൊ പിയൂണിനോട് സ്വാമി ചോദിക്കുന്നത്, ഹെഡ് മാസ്റ്റർ എവിടെ പോയി? അപ്പൊ പിയൂൺ പറയും, അത് ഇന്ന് ഹെഡ് മാസ്റ്റർ ലീവാണ്, ആക്ടിങ് ഹെഡ് മാസ്റ്റർ ഉണ്ട്, അത് നിങ്ങളുടെ കണക്ക് ഭാഷ. സ്വാമി ജീവനം കൊണ്ട് അവിടെ സ്ഥലം വിട്ടിട്ട് ഇനി വീട്ടിൽ ചെല്ലുമ്പോഴുള്ള ടെൻഷനാണ് പുള്ളി ആലോചിക്കുന്നത്. ഈ അച്ഛനോട് ഇത് പറയുമ്പോ ഈ കത്ത് കൊടുത്തില്ലെന്ന് പറയുമ്പോ എന്താവും എന്നുള്ളത്. ലാസ്റ്റ് പേടിച്ച് പുള്ളി വീട്ടിലെത്തി കഴിയുമ്പോ അച്ഛൻ ചോദിക്കും, ഈ കത്ത് കൊടുത്തോ? സ്വാമി ചോദിച്ചു, ഇല്ല, ഞാൻ കൊടുത്തില്ല. ഞാൻ അത് കത്ത് കൊടുക്കാൻ ചെന്നപ്പം ഇന്ന് ഹെഡ് മാസ്റ്റർ ലീവാ, ആക്ടിങ് ഹെഡ് മാസ്റ്റർ കണക്ക് മാഷ് തന്നെയാണ്. അച്ഛൻ ദേഷ്യത്തോടെ വന്നിട്ട് ആ കത്തിങ് മേടിച്ച് വലിച്ചു കീറും. എന്നിട്ട് പറയും, എനിക്കറിയാം, യുവർ കവേർഡ്, നീ കൊടുത്തു കാണത്തില്ല, ഉള്ള കള്ളൊക്കെ പറഞ്ഞിട്ട് വന്നേക്ക. അവിടെ വെച്ച് ഇത് വേറൊരു സിറ്റുവേഷൻ ഉണ്ട്. അച്ഛൻ മറ്റേ സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ഈക്വൽ ടു പ്രോഫിറ്റ് ഓർ ലോസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് കുട്ടിയോട് പറയും, അപ്പൊ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇവന് മനസ്സിലാവില്ല. പക്ഷെ അച്ഛൻ എന്ത് വെച്ചാൽ ഇവന്റെ ഫ്രണ്ട്സിന്റെ ഇത് വെച്ചിട്ട്, അതായത് നിന്റെ ഫ്രണ്ട് പൈ എന്ന് പറഞ്ഞ അവൻ 4 രൂപയ്ക്ക് മാങ്ങ മേടിച്ചു, 5 രൂപയ്ക്ക് വിറ്റു, എന്താണ് ലാഭം എന്നങ്ങനെ അത് വെച്ചു. അപ്പൊ ഇവൻ ആകെ വളരെ സിമ്പിൾ കണക്കാണ്, കൂടുതലൊന്നും ഇല്ല. അച്ഛൻ ഇങ്ങനെ പല ക്ലൂ ഒക്കെ കൊടുക്കുന്നുണ്ട് സോൾവ് ചെയ്യാൻ. ഇവൻ അവിടെ ഇരുന്നിട്ട് മാങ്ങ പഴുത്തതാണെങ്കിൽ തരക്കേടില്ല, പഴുക്കാത്ത മാങ്ങയായിരിക്കും ഇനി കൊടുത്തിട്ടുണ്ടാവുക. ഇതിനൊന്നും യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് ഈ ആലോചിച്ച് കൂട്ടുന്നത് മുഴുവനും. അതൊരു കഥയുണ്ടായിരുന്നു, നല്ല രസമുള്ള കഥയത്. എന്നിട്ട് പിന്നെ ഇത് മറ്റവൻ വാങ്ങിക്കുകയാണെങ്കിൽ അവൻ 5 രൂപ കൊടുക്കുവോ ഇതിന്? അവന്റെ ക്ലാസ്സിലൊരു ഇത്തിരി വലിയൊരു ചെറുക്കനുണ്ട്, ക്ലാസ്സിലെ ഗുണ്ടയുണ്ട്. അവനെയാണെങ്കിൽ ഇവന്റെ അടുത്ത് ചിലപ്പോ ഇടിച്ച് അത് ചിലപ്പോ ഫ്രീ ആയിട്ട് മേടിക്കും. അപ്പൊ അത് നഷ്ടമല്ലേ വെച്ചുവിടുന്ന അവസാനം എന്റെ ഫിറ്റ് അങ്ങർക്ക് അടിയാണ്, സ്വാമിക്ക് എന്താ അടിയാണ്, എന്റെ ഫിറ്റ് എവിടെന്നെങ്കിലും അടി കിട്ടും. സ്വാമി ആൻഡ് ഫ്രണ്ട്സ്, അത് ശരി. ആക്ച്വലി മാൽഗുഡി ഡേയ്സ് ഭയങ്കര നല്ലൊരു എക്സാമ്പിൾ ആണ് ഓഫ് ഹ്യൂമർ. അത് വേറെ ഈ അടുത്ത് ഞാനൊരു മൂവി കണ്ടിരുന്നു. ഈ പേര് ഞാൻ മറന്നുപോയി. അത് പ്രൈമിലുണ്ട്. അഗൈൻ ഒരു സ്മോൾ ടൗൺ ബേസ്ഡ് ഒരു കഥയാണത്. ഒരു പയ്യൻ ഒരു 50 സെന്റിന്റെ കോയിൻ ട്രെയിൻ ട്രാക്കിൽ വെച്ചിട്ട് ഇതാക്കുന്നത്. അതിന്റെ പേരും അങ്ങനെ എന്തോ ആണത്. ഓർമ്മ വരികയാണെങ്കിൽ പറയാം. വെരി സിമിലർ. അതിന്റെ ബുക്ക് ഉണ്ട്, ദാറ്റ് ബീൻ മെയ്ഡ് ഇൻ ടു എ സീരീസ്. അച്ഛനൊരു ട്രെയിൻ
ട്രെയിൻ ഇതാണ് സ്റ്റേഷൻ മാസ്റ്റർ ആണ്. പ്രകാശ് രാജാണെന്ന് തോന്നുന്നു അച്ഛനായിട്ട് അഭിനയിച്ചേക്കുന്നത്. ഇതൊരു എന്നിട്ട് ഇവൻ ഈ അച്ഛന്റെ കൂടെ ട്രെയിനിൽ കയറി പോവും വരും ഒക്കെ ചെയ്യും. അങ്ങനെ ഒരു ചെറിയൊരു കഥ. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഡേയ്സിനെ ഓർമ്മിപ്പിക്കുന്ന സിനിമയാണോ പോലെ സീരീസ് ആണോ? സീരീസ് ആണെന്ന് തോന്നുന്നു എനിക്ക്. ഓക്കെ. പ്രൈമിൽ വന്ന് ബുക്ക് ഉണ്ട് അതിന്റെ. ഐ ഫിഗറ്റ് ദ നെയിം. പക്ഷെ ഈവൻ വെരി ഇൻട്രസ്റ്റിംഗ്. കിട്ടുവാണെങ്കിൽ ഞാനത് നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. ആക്ച്വലി മാൽഗുഡി ഡേയ്സ് ഞാൻ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പം യൂട്യൂബിലുണ്ടല്ലോ, ഫുൾ സീരീസ് ഉണ്ട്, പഴയ ദൂരദർശൻ എപ്പിസോഡ്സ് എല്ലാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് കാണും. എല്ലാത്തിൻ്റെയും ഹ്യൂമർ ഭയങ്കര എവറിഡേ ഹ്യൂമറാണ് അതിൻ്റെ. പ്രൈമിലും ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ പ്രൈമിലാണ് കണ്ടു തുടങ്ങിയത്. ആക്ച്വലി എനിക്ക് ഓർമ്മയില്ല ഇത് ദൂരദർശനിൽ വന്നതൊന്നും ഓർമ്മയില്ല. ഗിരീഷ് കർണാട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ആക്ടറാണ്. കാരണം ടേണിംഗ് പോയിന്റ് മുതൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ആളാണ്. ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല. സ്വാമി ആൻഡ് ഫ്രണ്ട്സ് ചില ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ടാകും, പക്ഷേ അതിലൊന്നും ഈ ഹ്യൂമറുള്ള സംഭവമൊന്നുമില്ല. എനിക്ക് ആകെ ഓർമ്മയുള്ളത് ഈ ലെറ്ററിൻ്റെ കാര്യം മാത്രമാണ്. പിന്നെ അതിൽ വേറെ ഇടയ്ക്കുള്ള സാധനങ്ങളൊക്കെ ചില ആർ.കെ. നാരായണൻ്റെ ചില കഥകളിലൊക്കെ ഈ അതിലുള്ള സെൻറ്റിമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ. അങ്ങനെയുള്ളതൊക്കെയാണ് കേട്ടിട്ടുള്ളത്. ഒരു ലെറ്ററിൻ്റെ ഒക്കെ കഥയുണ്ട്. അതായത് കറക്റ്റ് സമയത്ത് ഒരു ലെറ്റർ കിട്ടാത്തതിന് ഒരു കല്യാണം മുടങ്ങുന്നു, എന്തൊരു സംഭവം. ഒരാൾ മരിച്ചിട്ട് ലെറ്റർ വരുന്നതിൻ്റെ അതിവിടെ പറയേണ്ട കാര്യമില്ല, അത് ഹ്യൂമർ അല്ല. അതുകൊണ്ട് പുള്ളിയുടെ നല്ല ട്വിസ്റ്റ് എൻഡിങ്സ് ഉണ്ട് പുള്ളിയുടെ സ്റ്റോറീസിൽ. നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റ് എൻഡിങ്സ് ഉണ്ട്. അതിൽ അങ്ങനെ ഹ്യൂമർ അധികമില്ല ചിലതിലൊന്നും. ഓക്കെ. പിന്നെ വേറൊന്നും ഞാനിപ്പോ വായിക്കുന്ന ഒരു ബുക്ക് കാണിക്കാം. ചേറപ്പായി കഥകൾ, ഐപ്പ് പാറമേൽ. നമുക്ക് ചിലർക്ക് ഓർമ്മയുണ്ടാവും, ഏർലി 90s ഇതൊരു സീരിയലായിരുന്നു. ഞാൻ ഇതിന്റെ അനിമേഷൻ ടൈറ്റിൽ കാണാൻ വേണ്ടി മാത്രം പോയിരുന്ന് കാണുമായിരുന്നു. ഇത് ഹിലേറിയസ് ആണ് കേട്ടോ. ചേറപ്പായി കഥ, വക്കീലായിട്ടുള്ളത്. പുള്ളിയുടെ കുറെ വക്കീൽ കഥകളും പുള്ളിയുടെ ലൈഫ് തുടങ്ങുമ്പോൾ ഉള്ള കഥകളും ഒക്കെ രസമാണ്. അപ്പൊ അതിലെ ഒരു സ്റ്റോറി ഞാൻ ഒന്ന് പറയാൻ ശ്രമിക്കാം. ഇതില് ചേറപ്പായി പുള്ളിയുടെ 10ാം ക്ലാസ് പഠിത്തവും എല്ലാം കഴിഞ്ഞ് ഇപ്പൊ പുള്ളിയും പുള്ളിയുടെ ഫ്രണ്ട് ശങ്കരൻകുട്ടിയും കൂടെ അവര് നാട്ടിൽ നിന്ന് മാറി കോളേജിൽ പോയി പഠിക്കാൻ തുടങ്ങുന്ന ടൈമാണ്. അപ്പൊ ഇവര് പഠിക്കാൻ വേണ്ടി ഇവര് ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത്. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോ ഇവര് ഈ വൈകിട്ട് നടക്കാൻ ഇറങ്ങുമ്പം അടുത്തുള്ള ഒരു പീടികയില് പൊറോട്ടയും ഇറച്ചിയൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ചേക്കുന്നു. വേറൊരു ഉടുപ്പി ഹോട്ടലില് മസാല ദോശ, ഇതിന്റെയൊക്കെ മണമൊക്കെ അടിക്കുന്നുണ്ട്. പിന്നെ കുറെ ആൾക്കാർ ഈ പ്ലേയേഴ്സിന്റെ സിഗരറ്റ് വലിക്കുന്നു. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഇവർക്കും ആഗ്രഹമാണ് ഇതൊക്കെ കഴിക്കണം, ഇതൊക്കെ എൻജോയ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ ആ ഒരു ഫ്രീഡം, വീട്ടിൽ നിന്ന് മാറിയുന്നതിന്റെ ആ ഫ്രീഡം ഒന്ന് എൻജോയ് ചെയ്യണം. പക്ഷെ കാശില്ല കയ്യില്. അപ്പൊ ചേറപ്പായും ശങ്കരൻകുട്ടിയും കൂടെ കുറെ നേരം ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ചൊക്കെ ഇരിക്കുക. അപ്പൊ ശങ്കരൻകുട്ടിക്ക് പെട്ടെന്നൊരു ഐഡിയ. ഞാൻ പറഞ്ഞു, എടാ നമുക്കൊരു കാര്യം ചെയ്യാം. എന്താ നിന്റെ അച്ഛനും അമ്മയ്ക്കും നീ ഒറ്റ മോന. അപ്പം നിനക്ക് വേണ്ടി നിന്റെ ആക്ച്വൽ ആവശ്യത്തിന് വേണ്ടി പൈസ ചെലവാക്കുന്ന കാര്യത്തിൽ നിന്റെ ഫാദറിന് വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പം നിനക്ക് എന്തെങ്കിലും ഒരു രോഗം വന്ന് പറ, അതിന്റെ ചികിത്സക്ക് നമുക്ക് കുറച്ച് പൈസ അടിച്ചു മാറ്റാം. അപ്പൊ പറഞ്ഞ് ഈ ചെറുപ്പായി തിരിച്ചു ചോദിക്കും, അത് നിനക്കായിക്കോടെ. എന്റെ അച്ഛന് എനിക്ക് 8 മക്കളാ. അപ്പൊ എനിക്ക് അത്രയൊന്നും സ്പെൻഡ് ചിലവൊന്നും ആക്കത്തില്ല. നിന്റെ കാര്യം ആവുമ്പോ ശരി നടക്കും, നീ കിട്ടും. അപ്പൊ ഈ രോഗം എന്ന് പറയുമ്പോ എന്ത് രോഗാ പറയുക, അത് നാളെ പിടിക്കത്തില്ല. അതിങ്ങനെ പുറത്ത് കാണാൻ പറ്റുന്ന രോഗമൊന്നും പറയരുത്. നിനക്ക് മൂലക്കുരു, പൈൽസ്, അതാകുമ്പോ വന്ന് പരിശോധിച്ച് നോക്കത്തൊന്നുമില്ലല്ലോ. അപ്പൊ ഇവന് ചെറുപ്പായിക്ക് ഓക്കെ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അപ്പൊ ഈ മരുന്നൊക്കെ നമുക്ക് ചീട്ടൊക്കെ എഴുതി വാങ്ങുമ്പോ അതൊക്കെ അതിന്റെ പ്രൂഫൊക്കെ കൊടുക്കണ്ടേ. ശങ്കരൻകുട്ടി പറയും, എനിക്കറിയാത്തൊരു വൈദ്യരുണ്ട്, പുള്ളിയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ഇതൊക്കെ നടത്താം. പുള്ളിക്ക് വല്ലപ്പോഴും ഒരു കുപ്പി മേടിച്ചു കൊടുക്കേണ്ടി വരും.
പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ മോളുണ്ട്, ഭയങ്കര സുന്ദരിയെ കാണാൻ. അപ്പൊ മൊത്തത്തിൽ ലാഭമുള്ള പരിപാടിയാണ് അവർ. അപ്പം റപ്പായി പറയും അതൊന്നും പറ്റത്തില്ലെന്ന് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. ഇതില് ഇപ്പൊ ശങ്കരൻകുട്ടിയുടെ വലിയ ആവശ്യമൊന്നുമില്ല ഈ ഒരു പ്ലാൻ നടത്തുന്നതിൽ. പുള്ളി നൈസായിട്ട് ശങ്കരൻകുട്ടിയുടെ നിന്ന് ആ വൈദ്യറിന്റെ അഡ്രസ്സും പേരും ഒക്കെ എടുത്ത് ചോദിച്ചു വന്നു. എന്നിട്ട് പതുക്കെ ഈ ഇക്വേഷനിൽ ശങ്കരൻകുട്ടി അങ്ങ് ഡ്രോപ്പ് ചെയ്യും. പിന്നെ ചെറുപ്പായി ഈ പരിപാടി അങ്ങ് തുടങ്ങും. അപ്പൊ പുള്ളി ഒറ്റയ്ക്ക് പോയിട്ട് പൊറോട്ട ഇറച്ചിയും കഴിക്കും, മസാല ദോശ കഴിക്കും, സിഗരറ്റ് വാങ്ങും. പിന്നെ ശങ്കരൻകുട്ടി ഇത്രയൊക്കെ ഐഡിയ തന്നോണ്ട് ഒരു എന്താ പറയാ, ഒരു ചെറിയൊരു നന്ദി, വല്ലപ്പോഴും 2 സിഗരറ്റ് എടുത്ത് പുള്ളിയെ മേശ വെച്ചിട്ട് പോകും. അങ്ങനെ പുള്ളി വൈദ്യരുടെ അടുത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ പറയും. അങ്ങനെ അവർ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യും, ചീട്ടൊക്കെ എഴുതി കൊടുക്കും. പിന്നെ വൈദ്യരുമായിട്ട് ഇരുന്ന് വെള്ളം അടിക്കും. ഇടയ്ക്ക് വെച്ച് മോളെ കാണുമ്പോൾ പുള്ളിക്കാരിയായിട്ടൊന്ന് ഫ്ലേർട്ട് ചെയ്യും. അപ്പൊ നല്ല രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഒരു ദിവസം ചെറുപ്പയുടെ അച്ഛൻ വരും. അച്ഛന്റെ പേര് മാത്തുണ്ണിയമ്മ, അങ്ങനെയാണ് പുള്ളി എല്ലാവരും വിളിക്കുന്നത്. പുള്ളി ഭയങ്കര അഭ്യാസിയൊക്കെയാണ്, കളറി അഭ്യാസിയാണ്. പുള്ളി ഹോസ്റ്റലിൽ വന്ന് നോക്കുമ്പം ശങ്കരൻകുട്ടി ചോദിക്കുന്നു ചെറുപ്പ എന്ത് ചെയ്യും. ശങ്കരൻകുട്ടി ഇത്രയും നാളത്തെ റിവെഞ്ച് അങ്ങ് എടുക്കും. അവൻ വൈദ്യരുടെ വീട്ടിലോട്ട് പോയേക്കുവാണ്. അച്ഛൻ വന്ന ഉടനെ വൈദ്യരുടെ വീട്ടിലോട്ട് പോകാൻ പറഞ്ഞു വിടണോന്ന് അവൻ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞിട്ട് പുള്ളി അഡ്രസ്സും പേരും ഒക്കെ പറഞ്ഞു. പുള്ളി വൈദ്യരുടെ അടുത്ത് നിന്നപ്പം അവിടെ വീടിന്റെ മുറ്റത്ത് വൈദ്യരും രോഗി ഇങ്ങനെ മലന്ന് കിടക്കുകയാണ് അടിച്ചിട്ട്. പുള്ളി ആദ്യം പോയി വൈദ്യറിനെ പൊക്കിയെടുത്ത് ഒരു ഒറ്റയടി താഴോട്ട്. ബോധമില്ലാത്ത മനുഷ്യന് പിന്നെ ബോധം വരുന്ന പ്രശ്നമേ ഇല്ല. അത് കഴിഞ്ഞിട്ട് റപ്പായെ പിടിച്ച് അടി റപ്പായ ഓടി നാട്ടിക്കൂടൊക്കെ ഓടി. അപ്പം പുള്ളി ഓടിച്ചിട്ട് തല്ലി കഴിയുമ്പോൾ നാട്ടുകാരെല്ലാം കൂടെ ഓടി വന്നിട്ട് അവരെ തടയും. ഇപ്പൊ റപ്പായി ആ ഗ്യാപ്പിൽ പുള്ളി ഓടി രക്ഷപ്പെടും. ഇപ്പൊ ഈ നാട്ടുകാരെല്ലാം എന്റെ അച്ഛനെയല്ലോ വളയുന്നത്. അപ്പൊ അവര് തമ്മിൽ ഒരു തർക്കവും അടിയും ഒക്കെ നടക്കുകയാണ്. അപ്പൊ റപ്പായിക്ക് പെട്ടെന്ന് വിഷമം വന്നിട്ട് പുള്ളി തിരിച്ചോടി. അപ്പൊ തിരിച്ചോടി വന്നു കഴിയുമ്പോൾ ആരും തല്ലരുത്, അത് എന്റെ അച്ഛനാ, എന്നെ തല്ലാൻ അവകാശമുണ്ട്. അപ്പൊ നാട്ടുകാരെല്ലാം മാറി നടക്കും. ചെറുപ്പായ വീണ്ടും അവന്റെ അച്ഛൻ തല്ലോട് തന്നെ. ഇതാണ് ഒരു ചെറുപ്പായ ഒരു ഇൻട്രഡക്ഷൻ സീൻ പോലെ നമ്മളെ കാണിക്കുന്നത്. ഇതിനു മുന്നേ പുള്ളിയുടെ ഫാദറിന്റെ സ്റ്റോറീസ് ഒക്കെയാണ്. അപ്പം ഇങ്ങനത്തെ ഒരു എന്താ പറയുക, ഭയങ്കര ഹ്യൂമറസ് ആണ് കഥ. ഒരു കാലത്ത് ഇത് സീരിയലായിട്ടൊക്കെ വന്നതാണ്. അതേ സ്റ്റോറീസ് തന്നെയാണോ സീരിയലൈസ് ചെയ്തതെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ക്വൈറ്റ് ഹിലേറിയസ്. ചെറുപ്പായി ബേസിക്കലി ഒരു പെർവേർട്ട് ആണ്. എന്താ പറയാ, ഇറ്റ്സ് എ ഫൺ സ്റ്റോറി. ഞാൻ വിചാരിച്ചത് മേ ബി ഈ കാലത്ത് വായിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ദഹിക്കില്ല എന്ന് ഞാൻ വിചാരിച്ചു. കാരണം മലയാറ്റൂരിന്റെ വേരുകൾ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ ഈയിടെ അത് തുറന്നത് വായിച്ചു നോക്കിയപ്പോ മേ ബി ഈ കാലത്ത് ചിലപ്പം നമുക്ക് അങ്ങനെ ദഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ചിലത് വായിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ചിലപ്പം തോന്നുന്നത്. So maybe it doesn't stand the test of time എന്ന് ഞാൻ വിചാരിച്ചു. But it's fun, still fun. ഇതെനിക്ക് സീരിയൽ വന്നിരുന്നു എന്ന് ഓർമ്മയുണ്ട്. ടൈറ്റിലും ഈ പേരും ഓർമ്മയുണ്ട്. വെൻ യു സേ ഐ റിമെമ്പർ. ശരിയാണ്, അതിന്റെ ഫസ്റ്റ് ഒരു അനിമേഷൻ ഉണ്ട് അതിന്റെ അകത്ത്. അതെനിക്ക് ഓർമ്മയുണ്ട്. ചെറിയ ചെറിയ ഓർമ്മകളേ ഉള്ളൂ. ഐ തിങ്ക് ഇറ്റ് മസ്റ്റ് ഹാവ് ബീൻ 91 അയ്യോ അതല്ല, അതിന് മുന്നെയാണ്. അതിന് മുന്നെയാണ്. ഓക്കെ. ഇറ്റ്സ് ഗ്രേറ്റ്. നമ്മളൊക്കെ വളരെ യങ് ആയിരുന്നപ്പോ വന്ന ചെറിയ ഓർമ്മകളേ ഉള്ളൂ. ആക്ച്വലി ഞാൻ ഇത് ഓർമ്മ വന്നു എനിക്ക്. പ്രൈം സീരീസില് ഹാഫ് പാൻസ് ഫുൾ പാൻസ് എന്ന് പറഞ്ഞിട്ടൊരു വെബ് സീരീസ്. നമ്മുടെ സൂപ്പർ ഡീലക്സിൽ ആ പയ്യനില്ലേ, അശ്വന്ത്, ആ പയ്യനാണ് ഇതിലെ മെയിൻ ക്യാരക്ടർ ആയിട്ട് അഭിനയിച്ചേക്കണത്. അവനും അവന്റെ ചേട്ടനും തമ്മിലുള്ള സിബ്ലിംഗ് റൈവൽറിയും ഒക്കെ അതിന്റെ ഒരു കഥയുടെ ഭാഗമാണ്. അവന്റെ സൂപ്പർ പവർ ഈ 50 പൈസയുടെ കോയിൻ വെച്ചിട്ട് ട്രെയിൻ കയറി ഇറങ്ങുമ്പോൾ അത് മാഗ്നറ്റ് ആയി മാറുന്നോ അങ്ങനെ എന്തോ ഒരു വിശ്വാസമുണ്ട്. പിന്നെ അവനൊരു ലോക്കൽ സ്കൂളിലാണ് പഠിക്കുന്നത്. അതിന്റെ അപ്പുറത്തൊരു എനിക്ക് തോന്നുന്നു പള്ളി നടത്തുന്ന കുറച്ചും കൂടി ബെറ്റർ സ്കൂളിലേക്ക് അവനെ മാറ്റുന്നതും അവിടെ അവൻ ഫ്രണ്ട്സിനെ ഉണ്ടാക്കുന്നതൊക്കെ ഇങ്ങനെയാണ്. അങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ കഥകളാണ് അത് മുഴുവനും. മാൽഗുഡി ഡേയ്സും ആർ ക്വൈറ്റ് എന്റർടൈനിങ്, സട്ടിൽ ഹ്യൂമർ ആയിട്ടുള്ള കഥകളാണ് അത് മുഴുവൻ.
ബുക്കും ഉണ്ട്. എനിവൺസ് ഇൻട്രസ്റ്റഡ് ഡെഫിനറ്റ്ലി വായിക്കാവുന്ന. ഹാഫ് പാൻസ് ഫുൾ പാൻസ് അല്ലേ? ഇതാണ് പ്രകാശ് രാജ് ഉണ്ടെന്ന് പറഞ്ഞ സീരീസ്. പ്രകാശ് രാജാണ് അതിൽ അച്ഛൻ എന്നാണ് എന്റെ ഓർമ്മ. ഓക്കെ. റൈറ്റ്. അതുപോലെ കുറേ ഉണ്ടായിരുന്ന ഈ ഒരെണ്ണമാണ് ഹ്യൂമർ അതുപോലെ ഒരെണ്ണം ഈ പഴയ ഹ്യൂമറിൽ സഞ്ജയന്റെ കഥകള് വളരെ ഫേമസ് ആണ്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ളത് എനിക്ക് തോന്നുന്നു സ്കൂളിൽ ഒരെണ്ണം പഠിക്കാനുണ്ടായിരുന്നു. ഞാൻ പിന്നെ വേറെ എവിടെയൊക്കെയോ 1-2 ചെറുകഥകൾ വായിച്ചിട്ടുണ്ട്. ഇതിലൊരാളൊരു മൗലവിയുടെ വീട്ടിൽ താമസിക്കുന്ന ഒരു കഥയായിരുന്നു സ്കൂളിൽ പഠിക്കാനുണ്ടായിരുന്നത്. അപ്പം അതിൻ്റെ അകത്തെ ലാംഗ്വേജും രണ്ടുപേർ തമ്മിൽ തർക്കിക്കുന്നതും വിളിക്കുന്ന പേരുകൾ എന്ത് ആജന്മഗർദ്ധവമേ എന്നൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നത്. അതുപോലെ ഇവന്മാർ വൃത്തിയൊന്നും ഇല്ല ഇവന്മാർക്ക്. അപ്പം ഈ മൗലവി ഇടക്കിടയ്ക്ക് പറയും, ഈ പഹയന്മാർ താമസിക്കുന്നിടത്ത് പിളേഗ് വരാത്തത് പടച്ചോന്റെ ബേണ്ടുകൊണ്ടാ എന്നൊക്കെ. അതൊക്കെ അത്യാവശ്യം നല്ല രസമുള്ള കഥകളായിരുന്നു അതൊക്കെ. ഗ്ലിസ്റ്ററിംഗ് ബാർണക്കിൾസ് ഒക്കെ മാരെയുള്ള യൂസേജസ്. അലിട്രേഷൻ. എന്റെ ഹസ്ബൻഡിന്റെ ഗ്രാൻഡ് മദർ പറയായിരുന്നു, അവർക്ക് ചീത്ത വാക്കുകളൊക്കെ യൂസ് ചെയ്യാനായിരുന്നു. ചെറിയ കുട്ടിയായിരിക്കുമ്പോ സിബ്ലിങ്സിനോടുള്ള ദേഷ്യം കാണിക്കുന്നത് താമരപ്പൂ കാണിക്കട്ടെ എന്നോ അങ്ങനത്തെ സർട്ടൻ യൂസേജസ്. ഗ്ലിസ്റ്ററിംഗ് ബാർണക്കിൾസുമാര് ചീത്ത വാക്കുകളൊന്നും യൂസ് ചെയ്യാൻ അറിയില്ല. അപ്പൊ ഇതിങ്ങനെ ഓരോന്നിങ്ങനെ അവനവന്റെ ദേഷ്യം തീർക്കുന്നതാണ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട്. പണ്ടത്തെ ഒരു ഇതുണ്ടല്ലോ, ഭഗവാൻ താമരപ്പൂ കാണിക്കും കുട്ടികളെ എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതാണ് ഈ പറയണത് അതില്. ഈ സഞ്ജയന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പണ്ട് മാതൃഭൂമിക്ക് ഒരു ചെറിയ സപ്ലിമെന്റ് വരായിരുന്നു, ഓർമ്മയുണ്ടോന്നും അറിയില്ല. നർമ്മഭൂമി എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു സാധനം വ്യാഴാഴ്ച കണ്ട വന്നിരുന്നത്. ഒരു 2 പേജ് ടാബ്ലോയിഡ് സംഭവം. അതിനകത്ത് സഞ്ജയന്റെ കഥകളാണോ ഇത്? ശരിക്കും പറഞ്ഞാലേ നമുക്കിപ്പോൾ കൈമാറ്റം ചെയ്തു വരുന്ന കഥയായതുകൊണ്ട് അതിന് മുകളിലൊരു നല്ലൊരു ഓതറിന്റെ പേരൊട്ടിച്ച് കഴിഞ്ഞാൽ ആൾക്കാരതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഉദാഹരണം ഒന്ന് VKന്റെ നിലനിൽപ്പീയത്തിന്റെ കാര്യമാണ്. നമ്മുടെ ഒരു രാവിലെ ഇഡലി കഴിക്കുന്നതിന്റെ കഥ പറഞ്ഞ അവസാനം 2 ലാർജ് അടിക്കുന്നതൊക്കെ ചേർത്തിട്ടൊരു കഥ വരുന്നുണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ VKന്റെ കഥകൾക്കകത്ത് അത് വേറെ വേർഷനാണ്. പക്ഷേ നമ്മുടെ വാട്സാപ്പിലൊക്കെ പ്രചരിച്ചുകൊണ്ടിരുന്ന സാധനത്തിൽ, അതായത് ഇഡലി മറ്റേ ഇത് കൂട്ടിയടിച്ചു, ചമ്മന്തിപ്പൊടി കൂട്ടിയടിച്ചു, മറ്റേത് കൂട്ടിയടിച്ചു, പിന്നെ അവസാനം വൈകുന്നേരം ബാറിൽ പോയി 2 മറ്റേ എന്തോ ബീഫ് വറുത്തതിൻ്റെ കൂടെ 2 ലാർജ് അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. രസമാണ്, നല്ല നല്ല ഭാഷയാണ്. പക്ഷെ അത് മാറ്റം വരുത്തിയിട്ടുണ്ട്, അതിൻ്റെതായിട്ടുള്ള രീതിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. സഞ്ജയൻ്റെ ഈ സംഭവം ഞാൻ പറയാൻ കാരണം, അത് സാൻഡി പറഞ്ഞപ്പോൾ തിയേറ്ററിൽ വെച്ചിട്ട് 2 കൂട്ടുകാർ ബെറ്റ് വയ്ക്കുന്നത്, അതായത് ആ ഇരിക്കുന്ന മുട്ടത്തലേൻ്റെ തലയിൽ ഒന്ന് തട്ടിയിട്ട് വരുവാണെങ്കിൽ നിനക്ക് ഇത്രയും രൂപ വരാമെന്ന് പറഞ്ഞു. എന്നിട്ട് ആദ്യം ഇത് ഞാനിപ്പോഴേ ജാമ്യം എടുക്കുന്നു, ഇത് സഞ്ജയൻ്റെ കഥയാണോ എന്ന് എനിക്കറിയില്ല. അതായത് അയാളുടെ തലയിൽ പോയി മുട്ടിയിട്ട് വരാൻ പറ്റൂ, തട്ടിയിട്ട് വരാൻ പറ്റൂ, അങ്ങനെയാണെങ്കിൽ നിനക്ക് 100 രൂപ തരാം എന്ന് പറയും. അപ്പോൾ ഇയാൾ പോയിട്ട്, അല്ല കേശവൻ നായരെ താൻ ഇവിടെയാണോ ഇരിക്കുന്നത്, താൻ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് സിനിമ കാണാൻ വന്നതാണോ എന്ന് തലയ്ക്ക് തട്ടിയിട്ട് പോകും. അപ്പോൾ അയാൾ തിരിഞ്ഞു നോക്കും, അയ്യോ സോറി ക്ഷമിക്കണം കേട്ടോ, ഞാൻ കേശവൻ നായരാണെന്നാണ് വിചാരിച്ചത് എന്ന് പറഞ്ഞിട്ട്, മീൻസ് ആളുടെ പേര് പോലും എനിക്ക് ഓർമ്മയില്ല, ചിലപ്പോൾ ഇന്ന ആളാണെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇയാൾ തിരിച്ചു പോകും. അപ്പോൾ ആദ്യത്തെ ബെറ്റിൻ്റെ ആദ്യത്തെ എമൗണ്ട് കൈപ്പറ്റും. അപ്പോൾ പറയും, എന്നാൽ നീ 2 മറ്റേ ഒന്നും കൂടി തട്ടിയിട്ട് വാ, എന്നാൽ ഞാനിത് ഡബിളാക്കി തരാം എന്ന് പറയും. അപ്പോൾ ഇവൻ വീണ്ടും ചെന്നിട്ട് അത് മാറ്റി, ഇയാൾ അപ്പോഴത്തേക്ക് സ്ഥലം മാറിയിരിക്കും. എടോ കേശവൻ നായരെ താൻ ഇവിടെ ഇരിക്കുകയായിരുന്നോ, ഞാൻ താനാന്ന് വിചാരിച്ചിട്ട് വേറൊരാളെ കയറി തട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു കഥയുണ്ടായിരുന്നു. അത് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. മീൻസ് എനിക്ക് 3 പ്രാവശ്യം കണ്ടതുപോലെ ചെയ്യും. അപ്പോൾ ഈ 3ാമത്തെ പ്രാവശ്യവും പുള്ളി തലയ്ക്ക് പോയിട്ട് തട്ടിയിട്ട് മറ്റേ ഫുൾ എമൗണ്ട് വാങ്ങിക്കും എന്നൊരു കഥയായിരുന്നു അത്. ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ അടിയിൽ ആ പേര് എഴുതി കഴിഞ്ഞാൽ ആൾക്കാർ അത് അയാളുടെ ആണെന്ന് വിചാരിച്ച് നടക്കും. ഇപ്പോൾ മറ്റേ നമ്മുടെ സർദാർജി ജോക്കുകളാണെങ്കിൽ പോലും അത് സഞ്ജയന്റെ പേരിൽ അടിച്ചു വരാറുണ്ട്. ഇപ്പോൾ പേര് മാറ്റിയാൽ മതി, സന്താസിംഗും ബന്താസിംഗിന്റെ പേര് മാറ്റിയാൽ മതി. ഉദാഹരണം മറ്റേ ഇതിന്റെ കഥയാണ്, നമ്മുടെ കരടിയുടെ കഥയാണ്. അപ്പോൾ അത് പല വേർഷൻ ഞാൻ കേട്ടിട്ടുണ്ട്. 2 പേരും തമ്മിൽ പൊരിഞ്ഞ അടിയാണ്. അപ്പോൾ ഒരുതം പറയും, ഈ നാട്ടുകാർ ചേർന്ന് പിടിച്ചു മാറ്റും. അപ്പോൾ പിടിച്ചു മാറ്റുമ്പോൾ ചോദിക്കും, ഇത് എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ പറയും, ഇവൻ എന്നെ കരടിന്ന് വിളിച്ചു. അത് ശരി, അങ്ങനെ എന്തിനാ കരടിന്ന് വിളിച്ചു, എപ്പോഴാണ് വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ 10 കൊല്ലം മുമ്പാണ് കരടിന്ന് വിളിച്ചതെന്ന് പറയും, സ്കൂളിൽ പഠിക്കുമ്പോഴെങ്ങാണ്ട്. അപ്പോൾ ഈ 10 കൊല്ലം മുമ്പ് വിളിച്ചതിന് ഇപ്പം എന്തിനാ തല്ലുന്നതെന്ന് ചോദിച്ചപ്പോൾ പറയും,
ഇപ്പോഴാ ഞാനിപ്പോഴാണ് കരടിയെ കണ്ടേ. കരടിയെ കണ്ട്, ഇന്നലെയാണ് സൂയി പോയിട്ട് കരടിയെ കണ്ടെന്ന് പറഞ്ഞു. ആ കഥ പല വേർഷൻ, കരടി കൊരങ്ങനായി, പിന്നെ ഈ സന്താസിംഗും പന്താസിംഗിനും പകരം വേറെ പലരും വന്നു, ഒക്കെ കഥ മാറ്റം വന്നിട്ടുണ്ട്, പല പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ജോക്ക് എന്ന് പറയുമ്പോൾ കോറ് മാത്രം വച്ചിട്ട് ബാക്കിയെല്ലാം മാറ്റി ചേർക്കുന്നത്. ഈ ഫലിതബിന്ദുക്കളെല്ലാം ഏകദേശം അതുപോലെ ട്രാൻസ്ഫർ ആയി വന്ന സാധനങ്ങളാണ് പലതും. അത് അതില് സോറി പറഞ്ഞു. പറഞ്ഞത് അല്ല, ഫലിത ബന്ധുക്കൾ മാത്രമല്ല, അത് പൊതുവെ നമ്മൾ ലിറ്ററേച്ചർ കാണുന്നതാണ്. അപ്പം ഈ തെന്നാലി രാമന്റെ കഥകളാണ് പലപ്പോഴും അക്ബർ ബീർബലായിട്ട് നമ്മൾ കേൾക്കുന്നത്. ഹോജ നസറുദ്ദീൻ ഹോജയുടെ സംഭവമായിട്ടും ഒരേ കഥ തെന്നാലിരാമൻ പറഞ്ഞത്, തെന്നാലിരാമന്റെ വെർഷനും ബീർബലിന്റെ വെർഷനും പിന്നെ നസറുദ്ദീൻ ഹോജയുടെ കണ്ടിട്ടുണ്ട്. അതുപോലെ ചില സാധനങ്ങൾ ഇവരെ എന്താ പറയുക, നസറുദ്ദീൻ ഹോജ എന്ന് പറഞ്ഞ ക്യാരക്ടർ ശരിക്കും പറഞ്ഞാൽ ചിലതിൽ പുള്ളി വളരെ എക്സ്ട്രീംലി ഇൻ്റലിജൻ്റ് ആയിട്ടും ചിലതിൽ ഭയങ്കര മണ്ടനായിട്ടും കാണിക്കുന്ന ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്ത ഒരു ക്യാരക്ടറായിട്ട് അത് ഇതിൽ വരാറുണ്ട്. ബാലരമയിലൊക്കെ വരുമ്പോൾ അങ്ങനെയാണ് സാധാരണ വരാറ്. പക്ഷെ ബാക്കിയുള്ള രണ്ടുപേരും മറ്റേ ബീർബലിൻ്റെ കാര്യം പറഞ്ഞാലും തലരാമൻ്റെ കാര്യം പറഞ്ഞാലും അവർ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ഭയങ്കര ക്ലവർ ആയിട്ടുള്ള ക്യാരക്ടറാണ്, കണ്ണിങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇതിൽ ഇപ്പം നമ്മൾ ഞാൻ പറയാം കോമിക് സ്ട്രിപ്സിൻ്റെ കേസ് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് ഹ്യൂമറസ് ആയിട്ട്, കോമിക് സ്ട്രിപ്സ് അല്ലാതെ ഹ്യൂമറസ് ആയിട്ടൊരു നോവൽ മോഡൽ വായിച്ചിട്ടുള്ള ആദ്യത്തെ സംഭവം എനിക്ക് ഓർമ്മയുള്ളത് ശങ്കരഗുരുവും ശിഷ്യന്മാരും എന്ന് പറഞ്ഞിട്ട് പൂമ്പാറ്റയിൽ വന്നിരുന്നായിരുന്നു. പൂമ്പാറ്റയിലായിരുന്നു, അതായിരുന്നു അത് ഓർമ്മയില്ല. അതെ അതെ അതെ, യെസ് എക്സാക്ട്ലി. അതിൻ്റെ എനിക്ക് കഥകളൊന്നും ഓർമ്മയില്ല, പക്ഷെ വായിച്ചു കഴിഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പാരഗ്രാഫിൽ ഒരു നിർത്താതെ ചിരിക്കാനുള്ള വകയുള്ള സംഭവങ്ങളായിരുന്നു. ചിലതൊക്കെ അത് ഏജിന്റെയാണ്. ഇന്നാളത് അതിന്റെ 1-2 എക്സെപ്റ്റ്സ് എവിടെയോ പോസ്റ്റ് ചെയ്തത് വായിച്ചപ്പോ എനിക്കത് വളരെ ബാലിശമായാണ് തോന്നിയത്. ചിലപ്പോ കുട്ടികളായിരുന്നപ്പോ എൻജോയ് ചെയ്തതായിരുന്നിരിക്കാം. മേ ബി അതായിരിക്കാം, ഏജ് വെച്ചിട്ടായിരിക്കാം. അത് ബുക്കായിട്ട് ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു റീസെൻ്റ്ലി, നോവലായിട്ട് ഒരു ബാലസാഹിത്യം പോലെ എടുത്ത് വായിക്കാവുന്ന ടൈപ്പാണെങ്കിൽ അതിൻ്റെ കുട്ടികളെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണെന്ന് തോന്നുന്നു മലയാളം ലിറ്ററേച്ചറിലേക്ക്. കാരണം സേഫ് ആയിരുന്നു ആക്ച്വലി, അതിനകത്ത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, മീൻസ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ കൊള്ളാവുന്നൊരു സ്റ്റാർട്ടിങ് പോയിന്റ് ആണെന്ന് എനിക്കിപ്പോഴും ഇത് എഴുതി വായിച്ച കഥയല്ല, ഇത് എൻ്റെ മുത്തശ്ശൻ എനിക്ക് പറഞ്ഞു തന്നതാണ്. എഗെയിൻ സി ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി റേസിസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പൂതിരി നായർ ജോക്കായിരുന്നു സംഭവം. എന്ന് പറഞ്ഞാൽ പണ്ട് ഒരു നമ്പൂതിരിയും പുള്ളിയുടെ കാര്യസ്ഥൻ രാമൻ നായരും ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പം ഇത് ഒരു ട്രോപ്പാണല്ലോ, നമ്പൂതിരി ഒരു പൊട്ടനായിട്ടും കാര്യസ്ഥൻ നായർ മിടുക്കനായിട്ട് അങ്ങനെ പറ്റിക്കുന്നതായിട്ടുമാണ് ഒരുമാതിരി എല്ലാ കഥകളും. അപ്പം ഇതിൽ നമ്പൂതിരി ഇങ്ങനെ നടക്കാൻ നേരത്ത് ഇയാളുടെ അടുത്ത് പറയും ഒരു മാങ്ങ വീണ് കിടക്കുകയാണ്. പറയും പുള്ളിക്ക് കുനിയാൻ മടിയായത് കാരണം പറയും രാമനായരെ നോക്കിക്കോളൂ എന്ന് പറയും. അപ്പൊ രാമൻ നായരെ പതുക്കെ പറയുന്ന മാങ്ങ എടുത്ത് പറഞ്ഞ വഴിക്ക് രാമൻ നായർ ഇങ്ങനെ തിന്ന് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് നമ്പൂതിരി ഊണ് കഴിക്കാതിരിക്കാൻ പറഞ്ഞു, രാമൻ നായരെ ആ മാങ്ങ ഇങ്ങോട്ട് വിളമ്പിക്കൊള്ളുക എന്ന് പറഞ്ഞു. അപ്പോ രാമൻ നായർ പറഞ്ഞു, അത് ഞാൻ തിന്നു തിരുമേനി എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഹൈ ശുംഭൻ, ഇലത്തലക്കെ കണ്ടു കഴിഞ്ഞാൽ വഴിത്തലക്കെ കണ്ടു കഴിഞ്ഞാൽ ഇലത്തലക്കെ വിളമ്പണം എന്നാണ് എന്ന് പറഞ്ഞിട്ട് കുറെ ചീത്ത പറഞ്ഞു. ഞാൻ അടുത്ത ദിവസം ഇവർ നടക്കാൻ നേരത്ത് കുറച്ച് ചാണകം റോഡ് സൈഡിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ നമ്പൂതിരി പറഞ്ഞു, രാമൻ നായരെ നോക്കിക്കൊള്ളുക എന്ന് പറഞ്ഞു. പുള്ളി ഒരു ചേമ്പിന്റെ ഇലയിലേക്ക് ഇത് കോരിയിട്ടിട്ട് നമ്പൂതിരി ഉണ്ടായിരുന്നപ്പോൾ അതിൽ കൊണ്ടിട്ട് അങ്ങ് വിളമ്പി കൊടുത്തു. പറഞ്ഞു, വഴിത്തലക്കെ കണ്ടു കഴിഞ്ഞാൽ ഇലത്തലക്കെ വിളമ്പണം എന്നല്ലേ തിരുമേനി എന്ന് പറഞ്ഞു. അങ്ങനത്തെ കുറെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ പണ്ട് ഇതുപോലെ ആരെങ്കിലും ഒക്കെ എഴുതിയതായിരിക്കണം. നമ്പൂതിരി ബന്ധങ്ങൾ അതെ അതെ ഈ ആക്ച്വലി ഈ ചാണകത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇതുപോലെ ഒരു ഭട്ടിയും മേലേടവും രണ്ട് നമ്പൂതിരിമാരാന്ന് തോന്നുന്നു. ഭട്ടി എന്നാണ് ഒരാള് മേലേടം എന്നാണ്. ഭട്ടി ഭട്ടതിരിയുടെ ഷോർട്ട് ഫോം ആണോ എന്ന് അറിയില്ല. അപ്പോൾ ഇങ്ങനെ ഇവർ രണ്ടുപേരും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് പാര വയ്ക്കുന്ന ആൾക്കാരാണെന്നാണ് പറഞ്ഞത്. പിന്നെ വാക്കിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞോണ്ടുന്ന ആൾക്കാരാണെന്ന് കേട്ടിട്ടുള്ളത്. അപ്പോൾ വഴിയിലിങ്ങനെ അമേദ്യം കിടക്കുന്ന കണ്ടപ്പോൾ ഈ ഭട്ടി തിന്നണാണല്ലോ കിടക്കണേ എന്ന് ഇയാൾ പറഞ്ഞു, മേലിടം പറഞ്ഞു. ഒന്ന് ഭട്ടി എന്ന് വെച്ചാൽ ഉദ്ദേശിച്ചത് പട്ടി തിന്നുന്നതാണ് എന്ന രീതിയിലാണ് പുള്ളി ഉദ്ദേശിച്ചത്. അപ്പോൾ പുള്ളി പറയാ, അതെ അതെ മേലിടത്തു നിന്നാണല്ലോ കഴിക്കുന്നതെന്ന്, അതായത് മുകളിൽ നിന്നാണല്ലോ കഴിക്കുന്നതെന്നൊരു സംഭവം കേട്ടിട്ടുണ്ട്. അതിവിടെ ആഡ് ചെയ്ത് തന്നെയുള്ളൂ.
പറഞ്ഞോളൂ. നമ്പൂതിരി ഫലിതം പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഇതുപോലെ ആ പുസ്തകം തന്നെ ഉണ്ടായിരുന്നു, നമ്പൂതിരി ഫലിതങ്ങൾ പണ്ട് വായിച്ചതാണ്. അതിൽ ഒരെണ്ണം എനിക്ക് ഓർമ്മയുണ്ട്. നമ്പൂതിരി കൊച്ചി കാണാൻ പോവാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ബസ്സിൽ കയറുന്നത്. അപ്പോൾ പുള്ളി ബസ്സിൽ കയറി ഇരിക്കുമ്പോൾ കണ്ടക്ടർ ഇങ്ങനെ വന്നു. അപ്പം മുന്നിൽ രണ്ട് സ്ത്രീകളാണ് ഇരിക്കുന്നത്. അപ്പം ആദ്യത്തെ സ്ത്രീ എടുത്ത് കണ്ടക്ടർ വന്ന് നിന്നപ്പോൾ അവർ പറഞ്ഞു മേനക എന്ന് പറഞ്ഞു. അപ്പം കണ്ടക്ടർ ടിക്കറ്റ് എടുത്ത് കൊടുത്തു. അത് കഴിഞ്ഞ് അടുത്ത സ്ത്രീ എടുത്ത് പോയപ്പോൾ അവർ പറഞ്ഞു പത്മ എന്ന് പറഞ്ഞു. ടിക്കറ്റ് എടുത്ത് കൊടുത്തു. നമ്പൂതിരി എടുത്ത് വന്ന് പറഞ്ഞു നാരായണ നമ്പൂതിരി. ഇതില് കൊറേ കൂടെ എന്താ പറയാ, മ്യൂട്ടാണല്ലേ? ഒരു നിങ്ങള് കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല, ഒരു പാത്രത്തിന്റെ കഥ. ഒരു വീട്ടിന്ന് പാത്രം കടം കൊടുക്കും. അപ്പൊ ഒരു ഡവറയോ അങ്ങനെ എന്തോ ആണ് കൊടുക്കണത്. എന്നിട്ട് നമ്പൂരി തിരിച്ചു കൊടുക്കുമ്പോ പാത്രം തുറന്നപ്പോ ഒരു ചെറിയ പാത്രം കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഡവറ. എന്തോ സ്റ്റീലിന്റെയോ വലിയ വിലയില്ലാത്ത എന്തോ പാത്രമാണ് കടം വെച്ചത്. അപ്പൊ ഇതിന്റെ അകത്ത് പാത്രം പ്രസവിച്ചതാണെന്ന് പറയും. അത് കഴിഞ്ഞിട്ട് അയാൾ അടുത്ത് വന്ന് ചോദിക്കുന്നത് എന്തോ ഒരു കത്ത്, എനിക്ക് തോന്നുന്നു ഓടിന്റെയോ സ്വർണത്തിന്റെയോ അത് വെള്ളിയുടെ ആയിട്ടൊരു പാത്രം. അപ്പൊ മറ്റേ നമ്പൂരിക്ക് ഓർമ്മ വരും, പണ്ട് പാത്രം പ്രസവിച്ചതാണല്ലോ. അപ്പൊ വേഗം എടുത്ത് കൊടുക്കും കേട്ടോ, ഒരു വലിയൊരു പാത്രം തന്നെ. കുറെ ദിവസമായിട്ട് കാണാനില്ല, പാത്രം തിരിച്ചു കിട്ടിയിട്ടില്ല. അപ്പൊ അവസാനം പോയി ചോദിക്കും, അന്ന് കൊണ്ടുപോയ പാത്രം. അയ്യോ, പാത്രം മരിച്ചുപോയി, അതുകൊണ്ട് കൊണ്ടുവരാൻ പറ്റിയില്ല. പ്രസവത്തിൽ മരിച്ചു. പ്രസവത്തെ മരിച്ചുപോയി. ഇത് നസറുദ്ദീൻ ഹോജയുടെ ബിഹാഫിൽ ഞാനിത് കേട്ടിട്ടുണ്ട്. എനിക്ക് കോമൺ കഥയായിരിക്കും അപ്പൊ അത്. അല്ല, അത് അതുപോലെ ഒരു കുഞ്ചൻ നമ്പ്യാരനെ എന്ന് പറഞ്ഞിട്ട് വേറെ എവിടെയോ പറഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ല, ചില നാടൻ കഥകളുണ്ട് ഭയങ്കര ഹ്യൂമറസ് ആയിട്ടുള്ള. എനിക്ക് എന്റെ ഒരു ഫേവറേറ്റ് കഥ, ഞാൻ മോളോട് എപ്പോഴും പറയുന്ന ഒരു കഥയും കൂടാണ്. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഈ സാമൂതിരിയും കോലത്തരിയും തമ്മിലുള്ള റൈവലറിയെ കുറിച്ച്. അപ്പം ഇവരൊരു ദിവസം ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു. അപ്പൊ ഇവര് ഇങ്ങനെ പ്രത്യക്ഷത്തിൽ ഭയങ്കര സൗഹൃദമാണ്, പക്ഷെ ഇവര് ഇങ്ങനെ ഒളിഞ്ഞിരുന്ന് കുത്തുന്ന ആൾക്കാർ. അപ്പം ഇങ്ങനെ എന്തോ ഇങ്ങനെ കാഷ്വലായിട്ട് പറയുമ്പം കോലത്തരി സാമൂതിരിയോട് ചോദിക്കും. ഇപ്പൊ ഈ സാമൂതിരി എന്നുള്ളത് ചിലപ്പം ചുരുക്കി സാമൂരി എന്ന് വിളിക്കും. അപ്പം സാമൂരി കുത്തുമോ എന്ന് ചോദിച്ചു. അപ്പം സാമൂരി കുത്തുമോ എന്ന് വെച്ചാൽ മൂരി എന്നുള്ള കാളയാണല്ലോ. അപ്പം അതാണ് പുള്ളി ചോദിച്ചത്, സാമൂരി കുത്തുമോ എന്ന്. അപ്പം സാമൂരിക്ക് ഇഷ്ടപ്പെട്ടില്ല. പുള്ളി തിരിച്ചു ചോദിച്ചു, കോലത്തിരി കത്തുമോ എന്ന്. കോലത്തിരിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. പുള്ളി പറഞ്ഞു ആ കോലത്തിരി കത്തുമെന്ന്. അപ്പൊ സാമൂരി പറയും ആ എന്നാ സാമൂരി കുത്തുകയും ചെയ്തു. അതിന്റെ ഇവര് രണ്ടും പിന്നെ പിരിഞ്ഞങ്ങ് പോയി. ഒരു ദിവസം സാമൂതിരി കൊട്ടാരത്തിലിട്ട് ഒരു ഗിഫ്റ്റ് ബോക്സ് വരികയാണ്. അപ്പൊ ഗിഫ്റ്റ് ബോക്സ് വന്നു, കോലത്തിരിയുടെ അടുത്തു നിന്നാണ്. അപ്പൊ ഇങ്ങോട്ട് തുറക്കാൻ പോയി കഴിഞ്ഞപ്പം സാമൂതിരി പെട്ടെന്ന് ആലോചിച്ച് ഇത് മുമ്പ് സംസാരിച്ച കഥ കാര്യം. അപ്പം പുള്ളി എന്തെന്ന് വെച്ചാൽ ഈ ഗിഫ്റ്റ് ബോക്സ് എടുത്ത് വെള്ളത്തിൽ മുക്കിയിട്ട് പിന്നെ തുറന്നു നോക്കുമ്പോൾ അത് മൊത്തം വെടിമരുന്നായിരുന്നു. എന്തോ ഒരു കോൺട്രാക്ഷൻ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് തുറക്കുമ്പോൾ കത്തി പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ പുള്ളി തിരിച്ചങ്ങോട്ടൊരു പെട്ടി അയച്ചു കൊടുക്കും. അപ്പൊ പെട്ടി വന്നു കഴിഞ്ഞപ്പോ കോലത്തിരി കൊണ്ടുവന്ന ദൂതനോട് ചോദിച്ചു, കോലത്തിരി വിട്ട ദൂതന്റെ കയ്യിലാണ് തിരിച്ച് പെട്ടി കൊടുത്തു വിട്ടത്. ദൂതനോട് ചോദിച്ചു എന്തു പറ്റി, പെട്ടിയുടെ കാര്യത്തിൽ എന്തു പറ്റി, പണി പറ്റിയോ? ദൂതൻ പറഞ്ഞു ഇല്ല, കൊണ്ടുപാടെ അങ്ങേര് ആ പെട്ടി എടുത്ത് വെള്ളത്തിൽ മുക്കിയിട്ടതോ. അപ്പൊ കോലത്തിരി എനിക്ക് ചിലപ്പോ പണി തിരിച്ചു കിട്ടും. പുള്ളി ആ പെട്ടി എടുത്തുകൊണ്ട് പോയി വെള്ളത്തിൽ മുക്കിയിട്ട് തുറന്നു. അപ്പൊ എന്താ സംഭവിച്ചെന്ന് വെച്ചാല് ഈ സാമൂരി കൊടുത്തു വിട്ട പെട്ടിക്കകത്ത് ഒരു വലിയ കടലിൽ കൂടെ വെള്ളം അങ്ങോട്ട് കയറിയപ്പോഴേക്ക് ഇതങ്ങോട്ട് ഇളകി. തുറന്നതും കോലത്തിരിയേയും കുത്തി, അവിടെ ഉള്ള എന്തോ കോട്ടേഴ്സിനെയും കുത്തി, എല്ലാരും കൊത്തുകൊണ്ട് കൊളത്തിച്ചാണ്. അങ്ങനെ അവസാനം കോലത്തിരി ഒട്ട് കത്തിയതും ഇല്ല, സാമൂതിരി കുത്തുകയും ചെയ്തു. ഇങ്ങനെ ചില അടിപൊളി സ്റ്റോറീസ് ഉണ്ട്. ആക്ച്വലി നല്ലൊരു കഥയാട്ടോ. വെരി ക്ലെവർ വെരി ക്ലെവർ വേർഡ് പ്ലേ. നല്ലൊരു നാടൻ സ്റ്റോറിയാണത്. ഒരുപാടിടത്ത് ഞാൻ വായിച്ചു കേട്ടിട്ടുള്ളത്. വേർഡ് പ്ലേയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് കുഞ്ചൻ നമ്പ്യാർ എവിടെയോ പോയി രാജാവിന്റെ സദ്യ കഴിച്ചിട്ട് പുള്ളിക്ക് സദ്യേനെ പ്രകീർത്തിച്ചൊരു കാര്യം പറയും. സദ്യ ഭയങ്കര മോശമായിരുന്നു, പക്ഷെ സദ്യേനെ പ്രകീർത്തിച്ചിട്ട് ഒരു ഇത് ചൊല്ലാൻ പറയും.
പദ്യം ചൊല്ലാൻ പറയും. അപ്പോൾ പുള്ളി അതിങ്ങനെ പറയും ഇങ്ങനെ. ആ എനിക്ക് ആ പോയം ഓർമ്മയില്ല, പക്ഷെ അതിലൊരു പ്രയോഗം ഓർമ്മയുണ്ട്. പഴം കാളൻ എന്ന് പറഞ്ഞിട്ടൊരു, അതായത് മുഴുവൻ പഴം കാളൻ എന്നാണ് നമ്മൾ ആദ്യം വായിക്കും, പക്ഷെ സംഭവം എന്ന് വെച്ചാൽ പഴകിയ കാളൻ എന്നാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഫുൾ വേർഡ് പ്ലേ ആണ് ആ പോയം. അത് വായിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാവും. പുള്ളിയുടെ ഏറ്റവും സിമ്പിൾ വേർഡ് പ്ലേ അറിയാലോ. അല്ല പയ്യെ നിനക്ക് പക്കത്താണോ ഊണ്, നിനക്കും പക്കത്താണോ ഊണെന്ന് ചോദിക്കുന്നുണ്ട് ഒരു പശുവിനോട്. വയറിളകി പോകുന്ന പശുവിനോട് രാജാവിൻ്റെ ഇവിടുത്തെ ഫുഡ് അത്രയും മോശമാണെന്ന് രാജാവിന് സെറ്റിലായിട്ട് പുള്ളി ഒരു ജാബ് കൊടുത്തതാണ്. അങ്ങനെയുള്ള സംഗതികൾ പുള്ളിയുടെ കഥകളിലൊക്കെ ഉണ്ടാവും. ഈ പോയം ഞാനിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് കിട്ടിയില്ല. അത് ഉഗ്രൻ ഒരു സാധനമാണ്. നല്ല, അത് ഭയങ്കര, അതായത് നമ്മളെ കറക്റ്റ് സ്ഥലത്ത് ആ കോമ ഇട്ട് അല്ലെങ്കിൽ പങ്ക്ച്വേഷൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉഗ്രനായിട്ട് അതിന്റെ ആക്ച്വൽ റിവ്യൂ കിട്ടും. ഇങ്ങനെയൊക്കെ റിവ്യൂ എഴുതാൻ പറ്റണം, അതാണ് മെയിൻ സംഭവം. ഈ കുഞ്ചതമ്പിയാരുടെ കഥ പറഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നുന്നു മറ്റേ രാമായണത്തിൽ, കുട്ടികളുടെ രാമായണം, മറ്റേ മാലിയുടെ രാമായണം എന്ന് തോന്നുന്നു, അതിൽ ഒരു ഭാഗത്ത് കുഞ്ചൻ നമ്പ്യാരുടെ ഒരു കവിത ഉദ്ധരിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ കുരങ്ങന്മാര് ഇതിലോട്ട് ചാടാൻ, ലങ്കയിലോട്ട് ചാടാൻ നിൽക്കുകയാണ്. അപ്പോൾ അതിൽ എല്ലാ കുരങ്ങന്മാരും നിനക്ക് എത്ര ദൂരം ചാടാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ഞാൻ ഇത്ര ചാടാം എന്ന് പറയും. അപ്പം അതിൻ്റെ ഇതാണ് കുഞ്ചൻ നമ്പ്യാരെ എഴുതിയിരിക്കണേ. അരയോജന വഴി ചാടുന്നവനും അരയും 99 അവനും, അല്പം നാസ്തി വികൽപ്പം കൽപ്പം, കൽപ്പം ജലതിയിൽ വീണുമറിഞ്ഞും, കപ്പിക്കപ്പി തുപ്പി ബബ്ബാഗുഡു ഗുഗുഡു എന്നും, പെപ്പപ്പെപ്പേയം എന്തിനു വെറുതെ ചാവാൻ പോണു. നൈസ്. നമ്മള് ഹ്യൂമറിനെ കുറിച്ച് പറയുമ്പോഴേ ആക്ഷേപഹാസ്യവും ഇതിൽ പെടുമെന്ന് എനിക്ക് അറിഞ്ഞു. സാറ്റയർ ഹ്യൂമറിൽ പെടുമെന്ന് അറിയില്ല. അതും എനിക്ക് തോന്നുന്നു മലയാളം തിളങ്ങി നിൽക്കുന്നത് സാറ്റയറില്ല. ഇപ്പം ധർമ്മപുരാണം, നമ്മുടെ ഫുൾ പോപ്പ് കൾച്ചർ അതാണല്ലോ. അതെ അതെ, ട്രോൾ നമ്മുടെ ചെയ്യുക. എൻറ്റയർ ട്രോൾ ചെയ്യുക. നമ്മൾ യൂസ് ചെയ്യുന്ന മൂവി ഡയലോഗ്സ് ഒക്കെ നമ്മൾ റിയൽ ലൈഫിൽ IRL ആവുമ്പം അത് ശരിക്കും സെറ്റയർ ആണത്. സാരമില്ല രമണ എന്ന് പറയുന്നത് നമുക്ക് ആ ഇമോഷൻ, ഒരു അന്യഭാഷയിൽ നിന്ന് ഒരാൾ കേൾക്കുകയാണെങ്കിൽ അയാൾക്ക് എന്താ ഈ സാരമില്ല രമണ എന്ന് പറയണം. പക്ഷെ നമുക്കറിയാം ഇത് എവിടെയാണ് കറക്റ്റ് ആയിട്ട് പ്രയോഗിക്കേണ്ടതെന്നുള്ളത്. അത് നമ്മുടെ ഐ തിങ്ക് മലയാളീസ് നമ്മുടെ ഏറ്റവും വലിയ കഴിവ് അതാണ്, ഫൈൻഡിങ് ഹ്യൂമർ ഇൻ എല്ലാ ലൈഫ് ഇതിലും. എൻ്റെ ഒരു ലീഡ് ഉണ്ടായിരുന്നു മൂപ്പര്. ഞാൻ ആദ്യമായിട്ട് ശിഷ്യപ്പെട്ട എൻ്റെ മെൻറ്റോറാണ്. പുള്ളി ഈ പറഞ്ഞതിൻ്റെ ഉസ്താദായിരുന്നു. അതായത് എന്തോ വലിയ ഡിസ്കഷൻ നടക്കുവാണ്. എപ്പോഴും ഞങ്ങളിരിക്കുന്ന ക്യൂബിക്കിളിൽ വന്നിട്ട് ഡിസ്കഷൻ നടക്കും. അപ്പോൾ എന്തോ മൂപ്പരുടേതായിട്ടുള്ള വ്യൂസ് കൊടുത്തു. 2 ആർക്കിടെക്ട്സും ഇയാളുമായിട്ടാണ് ഡിസ്കഷൻ. അപ്പോൾ ഈ ആർക്കിടെക്ട്സ് എന്തോ സംഭവം ഒരു സൊല്യൂഷൻ പറഞ്ഞു. അപ്പോൾ ഇയാൾ കുറച്ചുകൂടി സിമ്പിളായിട്ടൊരു സൊല്യൂഷൻ പറഞ്ഞു. എന്നിട്ട് അവസാനം പുള്ളി സംസാരിച്ചൊക്കെ വേസ്റ്റായി. ഇവന്മാരുടെ സൊല്യൂഷൻ തമ്മിൽ അവർ തമ്മിൽ ജോഡിയായി. അവർ പോയി എന്തോ ഇംപ്ലിമെൻറ്റ് ചെയ്തു. ഈ സാധനം ഓൺ സൈറ്റ് പോയി പടപടയെന്ന് പൊട്ടി. അല്ല മീൻസ് ആക്ച്വലി ഇത് പ്രസൻറ്റ് ചെയ്തു, അത് അവർ സമ്മതിച്ചില്ല. അപ്പോൾ പുള്ളി വീണ്ടും തിരിച്ചു വന്ന് ഇയാളുടെ ഈ സംഭവങ്ങൾ പറഞ്ഞു. ഇയാളുടെ അടുത്ത് വന്ന് പറഞ്ഞു, നിങ്ങൾക്ക് പറയാറുന്നില്ല ഇന്നലെ ഈ സാധനം വർക്കാവില്ല എന്ന്, നിങ്ങളുടെ സൊല്യൂഷനാണ് ഇപ്പോൾ അവരെടുത്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ പുള്ളി അറിയാം. ഞാൻ ഈ പോളിടെക്നിക് ഒന്നും പഠിച്ചിട്ടില്ലല്ലോ എന്നൊരു സംഭവം. ഞാനിത് ആദ്യമായിട്ടൊക്കെ ഞാനിത് ആലോചിച്ച് ഏത് സിനിമയാണ് ഇത് എന്നിട്ട് അവസാനം പുള്ളിയോട് ചോദിച്ചു ഇത് ഏത് പടമായിരുന്നു എന്ന് പറഞ്ഞു. ഇന്ന പടമാണ്. അങ്ങനെ പുള്ളി അല്ലേ? അതെ, അല്ല നമ്മുടെ ഇത് തലയണ മന്ത്രം അങ്ങനെയുള്ള ഒരാളായിരുന്നു അത്. അപ്പോൾ മൂപ്പർക്ക് ഒരു നോട്ട്. ദിനേശ് കൃഷ്ണൻ, ഇപ്പോൾ ഇഫ് യു ആർ ലിസണിങ്, ദിസ് ഇസ് ഫോർ യു. ഞാനും നിർമ്മലും സ്ഥിരമായിട്ട് ഈ ലാംഗ്വേജിൽ സംസാരിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾക്കിത് സോ യൂസ് ടു ആയതുകൊണ്ട് ഒരിക്കൽ എന്റെ മദറിലായിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത്, നിങ്ങൾ ഇങ്ങനെയാണോ സ്ഥിരം ഹൗ യു ടോക്ക്? അപ്പൊ എല്ലാ മൂവി റെഫറൻസസിലാണ്. അപ്പൊ ബേസിക്കലി ഫുൾ ഡയലോഗ് ഒന്നും ഞങ്ങൾക്ക് പറയണ്ട, ഞങ്ങൾ തുടങ്ങുമ്പോഴേ മറ്റേ ആൾക്കറിയാം ഏതാണ് ഈ ഡയലോഗ്. ചില സിനിമയൊന്നും നമ്മൾ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല, പക്ഷെ ഡയലോഗ് ഭയങ്കര ഫെമിലിയർ ആയിരിക്കും. അടിച്ചു കയറുക എന്റെ അമ്മ നമ്മള് ആക്ച്വലി ഇത് ഇതല്ല, നമ്മള് മലയാളം ഇത് പറയുമ്പം ഞാൻ കോവിഡ് കാലത്താണ് മറ്റേ സജീവ് എടത്താടന്റെ കൊടകര പുരാണം വായിക്കുന്നത്. അപ്പൊ ഞാൻ കുറെ കാലം, ഒരുപാട് കാലം കൂടിയിട്ടായിരിക്കും ഹാസ്യം
അത് മലയാളത്തില് പ്യുവർ ഫുൾ ഒന്നിലും എന്താ പറയാ സങ്കടപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ ഒരു പേടിപ്പെടുത്തുന്നതായിട്ട് ഒന്നും ആ കഥകളിലില്ല. എല്ലാം തമാശയാണ്. റൈറ്റ് ഫ്രം ഗെറ്റ് ഗോ. അതില് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ട്രെയിനിലിരുന്നത് വായിക്കുക കേട്ടോ. എനിക്ക് ചിരി അടക്കാൻ വയ്യ. ഇവിടുത്തെ ട്രെയിനുകളിൽ മനുഷ്യര് സംസാരിക്കുന്ന പരിപാടിയില്ല. നോബഡി ടോക്സ്. എല്ലാരും ഒന്നുമില്ലെങ്കിൽ ബുക്ക് അല്ലെങ്കിൽ മൊബൈൽ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നതാണ്. എനിക്കാണെങ്കിൽ ചിരി വന്നിട്ട് വയ്യ. ചിരി അടക്കാൻ വേണ്ടി കണ്ണിന്നൊക്കെ ഇങ്ങനെ വെള്ളം വരട്ടെ. അപ്പൊ ഇങ്ങനെ പതുക്കെ പതുക്കെ എനിക്ക് ഫീൽ ചെയ്യാം ആൾക്കാർ നോക്കുന്നത്. ഇപ്പൊ എനിക്ക് ബുക്ക് അടയ്ക്കാൻ പറ്റുന്നില്ല, കാരണം ഇറ്റ്സ് എക്സ്ട്രീംലി ഫണ്ണി. അപ്പൊ എനിക്കിത് മുഴുവൻ വായിക്കുകയും വേണം, കാരണം ഒരു ചാപ്റ്റർ ആണ് നമുക്ക് 20 മിനിറ്റ് ട്രെയിൻ ജേർണി ആണെങ്കിൽ ഒരു ചാപ്റ്റർ ആണ് നമുക്ക് വായിക്കാൻ പറ്റുക. ഇത് മുഴുവൻ വായിക്കും. ഞാൻ അവിടെ ഇരുന്ന് ഈ മുഖമൊക്കെ പറ്റി കോവിഡിന്റെ സമയത്ത് ഇനി ആൾക്കാർ വിചാരിക്കും നമ്മൾ ചുമക്കുകയാണെന്ന്. ഇങ്ങനെ ഇങ്ങനെ ഇരിക്കാം. ഇത് ഇത് ഞാൻ വായിച്ച് എനിക്കൊരു കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇതെല്ലാം ഞാൻ വളരെ എൻജോയ് ചെയ്ത് വായിച്ചൊരു ബുക്കാണ് കൊടകരപുരാണം. അതില് നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ കുറെ ഫസ്റ്റ് സ്റ്റോറീസ് അബൌട്ട് പുള്ളി വീട്ടിൽ കുടുംബകലം ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ്. അതായത് അമ്മാത്തേക്ക് താമസിക്കാൻ പോണതും അവിടെ ചെന്ന് എന്തോ ഗോഷ്ടി കാണിച്ച അവസാനം എനിക്കൊരു പുള്ളിയുടെ അച്ഛനും അമ്മാവനും മരിക്കോളം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടില്ലാന്നോ അങ്ങനെ ഒരു കഥയൊക്കെയാണ്. ലേഖ ഈ കഥ പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ഇതുപോലെ ഞാനിതുപോലെ ചിരിച്ചു മണ്ണ് തപ്പിയിട്ടുള്ള ഒരു കഥയുണ്ട്. ബ്ലോഗുണ്ട്. ഇത് ആക്ച്വലി കായംകുളം സൂപ്പർ ഫാസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ബ്ലോഗാണ്. അപ്പൊ ഇത് സംഭവം എന്ന് വെച്ചാൽ, ഇത് ഫസ്റ്റ് ജോലി ജോയിൻ ചെയ്തപ്പം ഓഫീസിലിരുന്ന് അത് വായിക്കുന്നത്. അന്ന് ഈ വലിയ കൺട്രോൾസ് ഒന്നും ഇല്ല, നമുക്ക് എന്ത് വേണമെങ്കിലും ആക്സസ് ചെയ്യാം. ബ്ലോഗ് ഇരുന്ന് വായിച്ച് ഒരു ദിവസം ചിരി നമ്മളിങ്ങനെ അടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അടക്കി കുലുങ്ങി ഓഫീസ് ചെയറിൽ ഞാൻ താഴെ വീണിട്ടുണ്ട്. അത്രയ്ക്ക് രസമാണ് ഈ കഥകളൊക്കെ വായിക്കാൻ. ഇത് കായംകുളം സൂപ്പർ ഫാസ്റ്റ് എന്ന് പറഞ്ഞ ബ്ലോഗ് അരുൺ കായംകുളം എന്ന് പറഞ്ഞ വ്യക്തിയാണ് എഴുതിയേക്കുന്നത്. ഭയങ്കര ഹിലേറിയസ് ആണ്. പുള്ളിയുടെ ഒരു സ്റ്റോറി ഉണ്ട്, പ്രിയംവദ കാതരയാണോ, ആ സ്റ്റോറി ഷോർട്ട് ഫിലിം ആക്കിയത് നമ്മുടെ ബേസിൽ ജോസഫ്. എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ അങ്ങനെ ഒരു അത് സംഭവം ഭയങ്കര രസമുള്ളത്. കാതരയാണോ, ഒരു ഒന്നൊന്നര കാതര. ഞാൻ ഇൻഫീറ്റർ വേണ്ടത്തുണ്ടായിരുന്നപ്പോഴാണ് ആ സംഭവം റിലീസ് ആവുന്നത്. ബേസിൽ സ്റ്റാർ ആവാത്ത സമയത്താണ് അവിടെ. കുറെ നാൾ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ വ്യക്തി ആക്ച്വലി എന്റെ ഫ്രണ്ടിന്റെ ബ്രദറിലോ ആണ്. എല്ലാം ഒരേ നാട്ടുകാരെ ഞങ്ങളെല്ലാം. ഇതിൽ ആക്ച്വലി പുള്ളി ഇത് കഴിഞ്ഞിട്ട് ഈ പ്രിയംവദ കാതരയാണോ എന്നുള്ളതിന് ഈ കഥ ഐ തിങ്ക് ബേസിൽ വെന്റ് ടു ഡു ദിസ് മൂവി പുള്ളിയെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു കഥയുണ്ട്, അതും ഒരു രസമാണ്. ബേസിൽ എന്ന് പറയുന്നത് ഫാസിലാണ് കേൾക്കുന്നത്. ഫാസിൽ എന്ന് പുള്ളി വിചാരിച്ചിട്ട് അത് നടക്കുന്ന ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. ആക്ച്വലി ഈ ഒരു കഥ വായിച്ചുകൊണ്ട് ഞാൻ ആക്ച്വലി വിചാരിച്ചു ബേസിൽ എന്നുള്ള ഉച്ചാരണമല്ല ബാസിൽ എന്നുള്ള ഉച്ചാരണമായിരിക്കും. ഞാൻ ആദ്യമൊക്കെ ബാസിൽ ജോസഫ് എന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നീട് എല്ലാരും എന്നെ തിരുത്താൻ തുടങ്ങി, ബാസിലല്ല ബേസിലാണെന്ന്. ഇനി ഒരുപാട് ടോപ്പിക്സ് ഉണ്ട് ഇതില്. അപ്പൊ നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. This is Sandeep, Lekha, Krishnakumar and Anoop signing off. Have a good week. Bye.